സംശയഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ 6-ാം അധികാരത്തിലെ ആദ്യത്തെ പദ്യമാണ് കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത്. അതിൽ ഒരു വാക്ക് വന്നു, അലി അറിവ്. അലി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കെട്ടവൻ എന്നാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ പറയാൻ പറ്റാത്ത ആളിനെയാണ് അലി, നപുംസകം. അലി അറിവ് നീ എന്നാണ് എൻ്റെ ആചാര്യൻ എന്ന് പറഞ്ഞാൽ തിരുஞான സംബന്ധ സ്വാമികൾ എനിക്ക് ഉപദേശിച്ചത്. അതിലെനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ മലയാള വ്യാഖ്യാനത്തിൽ. ഇതിൽ വേറൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അലി അറിവ് എന്നുള്ളതിന് അന്ന് ഞാൻ സൂചിപ്പിച്ചു, പതി അറിവ് ആണറിവ്, പാശ അറിവ് പെണ്ണറിവ്. പതിയെക്കുറിച്ചുള്ള ജ്ഞാനം ആൺ അറിവ്, പതിയെക്കുറിച്ചുള്ള അറിവ് ആണറിവ്. കാരണം പതി പുല്ലിംഗമാണല്ലോ. പാശ അറിവ് പെണ്ണറിവ്. പാശം എന്ന് പറഞ്ഞാൽ ബന്ധം. പശു, പതി, പാശം, ഈ മൂന്നില് ബന്ധനത്തെക്കുറിച്ചുള്ള അറിവാണ് പെണ്ണറിവ്. ബന്ധമെന്ന് പറഞ്ഞാൽ ശരീരം, ലോകം, ഉപാധികളുമായിട്ടുള്ള ബന്ധം. അത് മായ കൊണ്ടുണ്ടാകുന്നതാണ്. മായ സംസ്കൃതത്തിൽ സ്ത്രീലിംഗമായതുകൊണ്ട് ഈ പാശത്തെക്കുറിച്ചുള്ള അറിവിനെ പെണ്ണറിവെന്നും പതിയെക്കുറിച്ചുള്ള അറിവിനെ ആണറിവ് എന്നും പറയുന്നു. ഇനി എന്തുകൊണ്ട് ജീവന്റെ അറിവിനെ അലി അറിവ് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ വിരുവകൈ അറിവും പോലன்றി, ഈ 2 തരം അറിവും പോലെ അല്ലാതെ പതി അറിവോടും കൂടി പതി അറിവായും പാശ അറിവോടും കൂടി പാശ അറിവായും ആൺപടിവും പെൺപടിവും തഴുവി നിன்ற അലിപോലിരുത്തലിൻ പശു അറിവൈ അലി അറിവ് என்றாർ. ഏതെങ്കിലും ഒരറിവില് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഈ ജീവന്റെ അറിവിനെ ആണറിവെന്നോ പെണ്ണറിവെന്നോ പറയാം. ഇത് രണ്ടിനോടും ചേർന്ന് നിൽക്കുന്നു. പതിയെക്കുറിച്ച് അറിയുമ്പോൾ പതിയെക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം ഈ ജീവന് കിട്ടുന്നു. ഇതേ ജീവൻ ഉപാധികളോട് ബന്ധപ്പെടുമ്പോൾ ബന്ധനത്തെ അറിയുന്നു, ലോകത്തെ അറിയുന്നു. അപ്പോൾ ആ അറിവ് പെണ്ണറിവാണ്. അപ്പോൾ പതിയോടുകൂടി ചേരുമ്പോൾ ആണറിവും പാശത്തോടുകൂടി ഇരിക്കുമ്പോൾ പെണ്ണറിവും ആയതുകൊണ്ട് ജീവന്റെ തലത്തിലുള്ള അറിവിനെ ആണറിവെന്നോ പെണ്ണറിവെന്നോ പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അലി അറിവ് എന്ന് പറഞ്ഞത്. ആർക്കാണ് ഈ ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം? ജീവനാണ്. ബന്ധമാർക്കാണ്? ഇതേ ജീവനാണ്. അപ്പൊ ബന്ധവുമായി അല്ലെങ്കിൽ ഉപാധികളുമായി താതാത്മ്യപ്പെടുമ്പോൾ ബന്ധത്തെക്കുറിച്ചുള്ള ജ്ഞാനവും എന്ന് പറഞ്ഞാൽ പാശത്തെക്കുറിച്ചുള്ള അറിവും, ആത്മാവുമായി താതാത്മ്യപ്പെടുമ്പോൾ ആത്മാവിനെ കുറിച്ച് അഥവാ പുരുഷനെ കുറിച്ചുള്ള അറിവും, അതുകൊണ്ടാണ് അതിനെ ആണറിവ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ അത് ഏതിനോട് ചേരുന്നോ അതിനനുസരിച്ച് ആണറിവോ പെണ്ണറിവോ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് വാസ്തവത്തിൽ ഈ ജീവനെ ആണും പെണ്ണും കെട്ടവൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജീവന്റെ തലത്തിലുള്ള അറിവിന് അലി അറിവ് എന്ന് പറഞ്ഞത്. അടുത്ത പദ്യം നമുക്ക് വായിക്കാം. 2-ാമത്തെ പദ്യം. 6 സമയത്തോർക്കും അറുതിയിട്ട കൂടൽ തുറവായ അവാവർത്ത തൂയ്മൈ പിറവാ മുടി കളശമുത്തി മുയർച്ചി എല്ലാ മൂത്ത കടൈ കരുമനാശമിത് കാൺ. 6 സമയത്തോർക്കും അറുതിയിട്ട കൂടൽ. സമയം എന്ന് തമിഴിൽ പറഞ്ഞാൽ മലയാളത്തിലെ ടൈം എന്നുള്ള അർത്ഥമല്ല. തമിഴില് സമയം എന്ന് പറഞ്ഞാൽ മതം എന്നാണ് അർത്ഥം. ഹിന്ദു സമയം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം. ക്രിസ്തുവ സമയം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം. ഇസ്ലാം സമയം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം. അപ്പം മതം എന്നുള്ള അർത്ഥത്തിലാണ് തമിഴില് സമയം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ 6 സമയത്തോർക്കും അറുതിയിട്ട കൂടൽ, 6 ആരാധനാ സമ്പ്രദായങ്ങൾക്കും സമ്മതമായ അന്തിമ ലക്ഷ്യം. ഈ മോക്ഷം എന്നുള്ളത്
6 മതത്തിലുള്ളവർക്കും പൊതുവാണ്. ഇവിടെ 6 മതം എന്നതുകൊണ്ട് ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്ന ഷഡ്ദർശനങ്ങളെ അല്ല സൂചിപ്പിക്കുന്നത്. സാഖ്യം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, യോഗം എന്നൊക്കെ പറഞ്ഞ 6 ദർശനങ്ങളുണ്ടല്ലോ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള 6 സമയം എന്ന് പറഞ്ഞാൽ 6 ആരാധനാ സമ്പ്രദായങ്ങൾ. അത് ഏതൊക്കെയാണ്? ശൈവം, വൈഷ്ണവം, ശാക്തം, സൗരം, ഗാണപത്യം, കൗമാരം. ശിവനെ ആരാധിക്കുന്നവർ ശൈവന്മാർ, വിഷ്ണുവിനെ ആരാധിക്കുന്നവർ വൈഷ്ണവന്മാർ, ശക്തിയെ, ദേവിയെ ആരാധിക്കുന്നവർ ശാക്തന്മാർ, സൂര്യനെ ആരാധിക്കുന്ന കൂട്ടർ സൗരന്മാർ, ഗണപതിയെ ഉപാസിക്കുന്നവർ ഗാണപത്യന്മാർ, കുമാരൻ അഥവാ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നവർ കൗമാരന്മാർ. ഇങ്ങനെ 6 ദർശനത്തെയാണ് പറയുന്നത്. ഈ 6 ദർശനങ്ങൾക്കും 6 ആരാധനാ സമ്പ്രദായം പിന്തുടരുന്നവർക്കും അറുതിയിട്ട കൂടൽ, ഇവരുടെ എല്ലാം അന്തിമ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അവിടെ കൂടൽ എന്ന് പറഞ്ഞാൽ ഒരുമിക്കുക, അഭിപ്രായ സമന്വയം ഉണ്ടാവുക എന്നാണ് അവിടെ അർത്ഥം. ഒത്തുകൂടുക എന്ന് പറഞ്ഞാൽ പുറമേ കുറെ ആൾക്കാർ ചേരുന്നതല്ല. ഇവരെല്ലാം മോക്ഷമാണ് അവസാന ലക്ഷ്യം, മോക്ഷപ്രാപ്തിയാണ് ജീവന്റെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ യോജിക്കുന്നു. ഇനി കൂടൽ എന്നുള്ളതിന് വേറൊരു അർത്ഥവും കൂടെ ഈ വ്യാഖ്യാതാവ് പറയുന്നുണ്ട്. സംഘകാലം, തമിഴ് സാഹിത്യം വളർന്ന് വികസിച്ച ഒരു കാലഘട്ടമാണ് സംഘകാലം. സംഘത്തമിഴ് എന്നാണ് പറയുന്നത്. അത് മധുരയിലാണ് അതിൻ്റെ ആ കേന്ദ്രം. അപ്പൊ ഇവിടെ അറു സമയത്തോർക്കും അറുതിയിട്ട കൂടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവസാനത്തെ ഈ 3 അധ്യായം എന്ന് പറഞ്ഞാൽ അവസാനത്തെ അല്ല, ഈ 6, 7, 8 അധ്യായങ്ങൾ. ഇപ്പോൾ നമ്മൾ 6-ാമത്താണല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 6, 7, 8 അധ്യായങ്ങൾ മധുരയിൽ തുറന്ന സദസ്സിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് ഈ 3 അധ്യായങ്ങൾ. അപ്പൊ അവിടെ സംഘപ്പലകൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല തമിഴ് പണ്ഡിതന്മാർ മാത്രമേ അവിടെ ഹാജരാകാനോ ഒരു ഇരിപ്പിടം കിട്ടാനോ ഒക്കെ സാധ്യതയുള്ളൂ. അപ്പൊ നല്ല പണ്ഡിതനായിരിക്കണം, തമിഴ് ഭാഷയിൽ നല്ല പാണ്ഡിത്യം ഉണ്ടാകണം. അങ്ങനെ യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് ഈ മധുരയിൽ തന്നെ. മധുര മീനാക്ഷിയാണല്ലോ. അപ്പൊ മീനാക്ഷിയുടെ ഭർത്താവായ ശിവൻ, സോമസുന്ദരൻ എന്നല്ലേ പേര് അല്ലേ? മീനാക്ഷി സോമസുന്ദരൻ അങ്ങനെയാണ് പറയുന്നത്. അവിടുത്തെ ശിവന്റെ ആ മൂർത്തിയെ സോമസുന്ദരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പരമേശ്വരൻ തന്നെ മധുരയിൽ തമിഴ് പണ്ഡിതന്മാർക്ക് ആസനം കൊടുത്തിരുന്നു എന്നാണ്. യോഗ്യതയില്ലാത്ത ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ ശിവൻ തന്നെ പിടിച്ച് പുറത്താക്കും. കഴിവുള്ളവരും യോഗ്യതയുള്ളവരും മാത്രം ആ സംഘ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്നാണ്. അതാണ് ഇവിടെ കൂടൽ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ഈ 3 അധ്യായങ്ങളും വായിക്കപ്പെട്ടു എന്നാണ്. എല്ലാവരുടെയും മുമ്പിൽ അത് അവതരിപ്പിക്കപ്പെട്ടു. തുറവ് ആയി അവാവറുത്ത തൂയ്മൈ. തുറവ് സന്യാസം, ത്യാഗം എന്നാണ് അർത്ഥം. തുറവ് ആയി അവാ അറുത്ത. അവ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, സംഘം എന്നൊക്കെയാണ് അർത്ഥം. സംഘം നീങ്ങിയ, ഒട്ടൽ നീങ്ങിയ, സന്യാസം സ്വീകരിച്ച് പരിശുദ്ധരായവർ. തൂയ്മൈ എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി, ശുദ്ധി എന്നാണ് അർത്ഥം. തൂയ്മൈ എന്താണ്? ഈ 6 ആരാധനാ സമ്പ്രദായങ്ങളും ത്യാഗത്തെയും നിസ്സംഗതയെയും വാനോളം പാടി പുകഴ്ത്തുന്നുണ്ട്. അതിൽ ഇവർക്കെല്ലാവർക്കും ഒരേ അഭിപ്രായമാണുള്ളത്. ഓരോരുത്തരും ഓരോ രൂപങ്ങളെ വെച്ച് ആരാധിക്കുന്നു എന്നുള്ളത് ശരി തന്നെ. അപ്പോൾ ആ മോക്ഷം എന്നുള്ള സങ്കല്പത്തിനെ എല്ലാവരും അംഗീകരിക്കുന്നു. പിറവാ മുടി കളശ മുത്തി. മുത്തി എന്ന് പറഞ്ഞാൽ മുക്തി. പിറവാ മുടി കളശ മുത്തി എന്ന് പറഞ്ഞാൽ പിറക്കാത്ത, ജനിക്കാത്ത, അജമായ മുടി കളശ മുത്തി. 36 തത്വങ്ങളിൽ നിന്നും മുക്തമായ മോക്ഷസ്ഥിതി. ശൈവ സിദ്ധാന്തത്തിൽ 36 അടിസ്ഥാന തത്വങ്ങളാണുള്ളത്. ആ 36 തത്വങ്ങളെയും അതിക്രമിച്ചു നിൽക്കുന്ന ശിവതത്വം, ശിവനെ പ്രാപിക്കുന്നതാണ് മോക്ഷം. പശുവായ ജീവൻ പതിയായ ശിവനോട് ഐക്യം പ്രാപിക്കുന്നതാണ് മോക്ഷം. അപ്പൊ ആ 36 തത്വങ്ങളിൽ നിന്നും മുക്തമായത് എന്ന് പറഞ്ഞാൽ 36 തത്വങ്ങളെയും അതിക്രമിച്ചു നിൽക്കുന്നതാണ് ആ മുക്തി എന്നുള്ള നില. മുയർച്ചയെല്ലാം മൂത്ത കടൈ. കടൈ എന്ന് പറഞ്ഞാൽ അന്തിമ സ്ഥാനം.
കടൈശി, അവസാനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മലയാളത്തിലെ കടയല്ല. മുയർച്ചയെല്ലാം മൂത്ത കടൈ എന്ന് പറഞ്ഞാൽ പ്രയത്നങ്ങളെല്ലാം ഒഴിഞ്ഞ അന്തിമസ്ഥാനം. മുയർച്ചി, പ്രയത്നം. പ്രയത്നങ്ങളൊക്കെ അവസാനിക്കുന്ന, ഏതുവരെയാ പ്രയത്നങ്ങളുള്ളത്? താൻ കർത്താവാണ് എന്ന ഒരു ജീവൻ വിചാരിക്കുന്നത് വരെയാണ് പ്രയത്നങ്ങൾക്ക് പ്രസക്തി. ഈ വ്യക്തിത്വം തന്നെ വെറും മിഥ്യയാണ് എന്ന് ബോധ്യപ്പെടുന്നതോടുകൂടെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നു. ജീവന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പരിശ്രമങ്ങളും, എന്തിന്? മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമം പോലും നിന്നു പോകുന്നു. മുയർച്ചയെല്ലാം മൂത്ത എന്ന് പറഞ്ഞാൽ എല്ലാം ഒടുങ്ങിയ കടൈ, അവസാന സ്ഥാനം, അന്തിമസ്ഥാനം. അതെന്താണത്? കർമ്മനാശം, കർമ്മനാശമാണത്. കർമ്മത്തിൽ നിന്നുള്ള വിടുതൽ, കർമ്മമോചനം, കർമ്മമുക്തി. അതാണ് ശരിക്കും മോക്ഷം. എന്തുകൊണ്ട്? കർമ്മം ദുഃഖം. ഇത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. കർമ്മം ചെയ്ത് സുഖിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കർമ്മത്തിൽ നിന്ന് കാര്യമായ സുഖമൊന്നും കിട്ടുന്നുമില്ല. കർമ്മം വാസനകളായി ഉള്ളിൽ അടിഞ്ഞുകൂടുന്നു. ആ വാസനകൾ പുതിയ പുതിയ കർമ്മങ്ങൾക്ക് കാരണമാകുന്നു. അപ്പൊ ഈ കർമ്മവും വാസനയും പരസ്പരം കാര്യകാരണങ്ങളായി വർത്തിച്ചുകൊണ്ട് ഈ ജീവനെ എന്നും ജനന മരണ രൂപമായ സംസാരത്തിൽ തളച്ചിടുന്നു. അതുകൊണ്ട് കർമ്മത്തിൽ നിന്നുള്ള മോക്ഷം കർമ്മം ചെയ്യുക വഴി സാധ്യമല്ല. അതിന് അറിവ് തന്നെ വേണം. അഹങ്കാര നാശം, അത് അറിവാണ്. ഞാൻ എന്നൊരു വ്യക്തിത്വം യഥാർത്ഥത്തിൽ ഇല്ല. അത് വെറും ബോധത്തിലെ വെറും ഭ്രമമാണ്. ആ അറിവ് കൊണ്ടാണ് മോക്ഷം സിദ്ധിക്കുന്നത്. ആ അവസ്ഥ കർമ്മനാശം തന്നെയാണ്. പുറമേ കർമ്മം നശിക്കുന്നു എന്നർത്ഥം എടുക്കണ്ട. കർമ്മവാസനകൾ നഷ്ടമാകുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. തനിക്കിനി ഒന്നും ചെയ്യാനില്ല. ആ ഒരു കൃതകൃത്യത, ധന്യത, പൂർണ്ണത, അതിൽ നിന്നുണ്ടാകുന്നതാണ് ശാന്തി. ആ അവസ്ഥ തന്നെയാണ് ശരിയായ സുഖം അല്ലെങ്കിൽ ആനന്ദം. അപ്പൊ അത് കർമ്മനാശം തന്നെയാണ്. ഇത് ഇത് നല്ലപോലെ മനസ്സിലാക്കൂ, കാണൂ, നല്ലപോലെ ഗ്രഹിക്കൂ. കർമ്മത്തിലൂടെ ഒരു മോചനം സാധ്യമല്ല. തമിഴ്നാട്ടിൽ കൂടർ സംഘക്കാർ ബ്രഹ്മനിഷ്ഠന്മാരായ യോഗികളെ സംഘപ്പലകയിൽ ഇരുത്തി സ്ഥാനം കൊടുക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ആസനം കൊടുക്കുന്നുണ്ട്. അന്ന് ഇതുപോലെ ചെയറും ഒന്നുമില്ലല്ലോ. ഓരോ പലക ഇട്ട് കൊടുക്കും. നമ്മൾ ആവണപ്പലക എന്നൊക്കെ പറയാറില്ലേ? ഒരു പലക ഇട്ട് കൊടുക്കും. ആ പലകയ്ക്കാണ് സംഘപ്പലകൈ എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു PhD ഒക്കെ എടുക്കുന്ന പോലെയാണ്. വളരെ മാന്യമായ ഒരു സ്ഥാനമാണത്. സംഘപ്പലകയിലിരുത്തി സ്ഥാനം കൊടുക്കുന്നു. അങ്ങനെ ആ സ്ഥാനത്തിൽ പ്രവേശിക്കുന്നവരുടെ ഉൾപ്പറ്റും പുറപ്പറ്റും അറ്റുപോയിട്ടുള്ളതിനാൽ, അതെന്താണ് ഉൾപ്പറ്റും പുറപ്പറ്റും? പറ്റ എന്ന് പറഞ്ഞാൽ സംഘം, ഒട്ടുക. ഉൾപ്പറ്റ എന്ന് പറഞ്ഞാൽ ആന്തരികമായ സംഘം. ബാഹ്യ സംഘമാണ് പുറപ്പറ്റ്. വിഷയങ്ങളോടുള്ള സംഘം ബാഹ്യസംഘം. ഉള്ളിലുള്ള സംഘം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ അതിൽ എൻ്റെ ശരീരം പെടും. എനിക്ക് ഈ ഞാനുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഇഷ്ടം. ഈ ഞാനിനെ ത്യജിക്കാൻ എനിക്ക് മനസ്സില്ല. അപ്പൊ ഈ അഹങ്കാരത്തോട് നമുക്കൊരു സംഘമുണ്ട്. അതാണ് അകപ്പറ്റ്. അകപ്പറ്റുമില്ല, പുറപ്പറ്റുമില്ല. രണ്ടും അറ്റുപോയിട്ടുള്ളതിനാൽ ആശാസങ്കല്പങ്ങൾ അറക്കുന്നത് തന്നെ ശരിയായ യോഗിനില. അറക്കുക എന്ന് പറഞ്ഞാൽ മുറിച്ചു തള്ളുക, ഛേദിക്കുക, വെട്ടിക്കളയുക. എല്ലാ ആശകളെയും പാശങ്ങളെയും സംഘങ്ങളെയും ബന്ധങ്ങളെയും മുറിച്ചു തള്ളുന്നത് തന്നെയാണ് ശരിയായ യോഗി നിലയെന്ന് ഷൺമതക്കാരും ഒരുപോലെ സമ്മതിക്കുന്നു. ആ ഷൺമതമാണ് ഞാൻ പറഞ്ഞത്. ശൈവം, വൈഷ്ണവം, ശാക്തം, ഗാണപത്യം, കൗമാരം, സൗരം. ഈ ഷൺമത സ്ഥാപനം നടത്തിയത് ശങ്കരാചാര്യരാണ് എന്നൊരു ഒരു പ്രസിദ്ധിയുമുണ്ട്. കാരണം തമ്മിൽ തല്ലുന്ന ഒരു ആയിരക്കണക്കിന് മതങ്ങളെയാണ് ശങ്കരാചാര്യര് അഭിമുഖീകരിച്ചത്. പലതും വേദവിരുദ്ധങ്ങളായ മതങ്ങൾ, എത്ര ദൈവങ്ങൾ. അപ്പൊ ഈ ആൾക്കാർക്ക് ഏത് ദേവനെയാണ് ഉപാസിക്കേണ്ടത്, ഏത് മൂർത്തിയെയാണ് ഉപാസിക്കേണ്ടത്, ഒന്നിനെ കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ല. അപ്പോ 100-നെക്കാളും നല്ലതാണല്ലോ 6, 6-നെക്കാളും എന്തുകൊണ്ടും നല്ലതാണ് 1. അപ്പൊ ആ 1-ലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അദ്വൈതത്തിലേക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇവർക്കൊരു മാർഗം, അതെന്താ? ചുരുക്കി കൊണ്ടുവരണം. അനേകം മതങ്ങളാണ്. ഒരു കാപാലികൻ ശങ്കരാചാര്യരുടെ ശിരസ് ചോദിച്ചില്ലേ? കാപാലിക മതം, മദ്യവും മാംസവും ഒക്കെ നിവേദിക്കുന്ന ഒരു മതം.
കപാല ഭൈരവൻ, അതാണ് അവരുടെ ആരാധനാ മൂർത്തി. അപ്പൊ ഈ പാവപ്പെട്ട അജ്ഞാനികളായ ജനങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ നട്ടം തിരിയുന്ന സമയത്താണ് ശങ്കരാചാര്യർ വരുന്നത്. അദ്ദേഹം ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ 6 ആരാധനാ മൂർത്തികളെ നിങ്ങളുടെ മുമ്പിൽ വെക്കാം, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനെ ഈ 6ൽ നിന്ന് തിരഞ്ഞെടുത്തോളൂ. അതുകൊണ്ട് ഷൺമതസ്ഥാപം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ശങ്കരാചാര്യരുടെ കാലത്ത് തന്നെ ആവണം ഈ ഗ്രന്ഥവും ഒക്കെ രചിക്കപ്പെട്ടിരുന്നത്. ശങ്കരാചാര്യരും ഈ കണ്ണുടയ വള്ളലാർ സ്വാമികളുമൊക്കെ സമകാലീനരായിരുന്നിരിക്കണം, എനിക്ക് ഉറപ്പില്ല. കാരണം ഇദ്ദേഹത്തിന്റെ കാലഘട്ടം തന്നെ വ്യക്തമല്ല. ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. 6-ാം നൂറ്റാണ്ട് ആണെന്ന് പറയുന്നു, വേറൊരു അഭിപ്രായമുണ്ട്. വാസ്തവത്തിൽ ഈ കാലഗണനയിലൊന്നും നമ്മുടെ ബുദ്ധിയെ അലയാൻ അനുവദിക്കരുത്. എപ്പോഴോ ജീവിച്ചിരുന്നോട്ടെ, ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടോ? ഇപ്പൊ ഉണ്ടെങ്കിൽ ചെന്നൊന്ന് കണ്ടിട്ട് വരാമായിരുന്നു. ഇപ്പൊ ഇല്ല. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാൽ എന്താ? അദ്ദേഹം എഴുതിയിട്ടുള്ള എന്തെങ്കിലും പുസ്തകങ്ങൾ പഠിക്കാൻ നോക്കൂ, അതല്ലേ വേണ്ടത്. ഇതൊക്കെ വലിയ ചർച്ചയാണ് ചരിത്രകാരന്മാർ തമ്മിൽ. അദ്ദേഹത്തിന്റെ കാലം ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്? ഓരോരുത്തരുടെ കാലഘട്ടം തീരുമാനിച്ച് ഇവന്റെ കാലം അങ്ങ് കഴിഞ്ഞു പോകും. ഹിസ്റ്റോറിയൻസ് വെറും വേസ്റ്റാണ്, ജീവിതത്തെ പാഴാക്കി കളയുന്നവരാണ് ഈ ചരിത്രകാരന്മാർ. വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ കാലഘട്ടം നിർണ്ണയിക്കുന്നു. കാലഘട്ടം നിർണ്ണയിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? അതുകൊണ്ട് എന്ത് പ്രയോജനം? അതിലൊരു 2 വരിയെടുത്ത് വായിച്ച് അർത്ഥം മനസ്സിലാക്കൂ, ജീവിതത്തിന് പ്രയോജനപ്പെടും. പക്ഷേ നിരർത്ഥകമായ കാര്യങ്ങളിലാണ് മനുഷ്യന്റെ ബുദ്ധി വ്യാപരിക്കുന്നത്. ഒന്നും പറഞ്ഞിട്ട് കഥയില്ല. ആശാസങ്കല്പങ്ങൾ അറക്കുന്നത് തന്നെ ശരിയായ യോഗി നിലയെന്ന് ഷൺമതക്കാരും ഒരുപോലെ സമ്മതിക്കുന്നു. പുനർജന്മത്തിനിടയാകാതിരിക്കാൻ അഭ്യസിക്കേണ്ട പല വിധങ്ങളിലും വെച്ച് ഉത്തമപഥം ജ്ഞാനമാർഗമാകുന്നു. തത്വങ്ങളെ നേതി ചെയ്യുക എന്ന് പറഞ്ഞാൽ നേതി ഇതല്ല എന്ന് ഓരോന്നിനെയായി തള്ളിക്കളഞ്ഞ് അവസാനം ഇനി തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല എന്നുള്ള ഒരു കേവല വസ്തുവിൽ നമ്മുടെ അന്വേഷണം മുട്ടി നിൽക്കും. അതാണ് അദ്വൈതം. അതാണ് നേതിമാർഗം എന്ന് പറയുന്നത്. തത്വങ്ങളെ നേതി ചെയ്തും ജീവബോധത്തെ അരുൾബോധത്തിൽ പുതച്ചും. ജീവൻ എന്നുള്ള ആ ഭാവത്തെ അരുൾ, ഈശ്വരന്റെ കടാക്ഷം, അനുഗ്രഹം, ആ അനുഗ്രഹത്തിൽ പുതയ്ക്കണം. ഇവൻ പ്രത്യേകിച്ച് ഇനി പൊന്തി വരരുത്. നമ്മൾ കുഴിയെടുത്ത് ഒന്നിനെ അതിനകത്ത് അടക്കം ചെയ്യുന്നത് പോലെ, ശവവും മറ്റും അടക്കം ചെയ്യുന്നത് പോലെ ജീവബോധത്തെ അരുൾബോധത്തിൽ പുതച്ചും ജീവശുദ്ധി വരുത്തുന്ന ഈ അഭ്യാസത്തിൽ ചര്യാദി കർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. അതൊക്കെ ആദ്യം പറഞ്ഞു, ചര്യ, ക്രിയ എന്നൊക്കെ പറഞ്ഞു. അവസാനം എല്ലാറ്റിനെയും ഉപേക്ഷിക്കണം, സകലതും ത്യജിക്കപ്പെടണം. എന്തെന്നാൽ ആ യോഗികളുടെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും മുൻപേ തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാൽ അവർക്ക് ജീവശുദ്ധിക്ക് മാത്രമേ യത്നിക്കേണ്ടതുള്ളൂ. ശരീരശുദ്ധി നേരത്തെ വന്നു കഴിഞ്ഞു. മനഃശുദ്ധി നിസ്സംഗമായ ഈശ്വര ആരാധനയിലൂടെ ആ ചിത്തശുദ്ധിയും കിട്ടി. ഇനിയിപ്പോ ജീവശുദ്ധി മാത്രമേ വരേണ്ടതുള്ളൂ. എന്താണ് ജീവശുദ്ധി? ഞാനൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് ജീവനിലെ മാലിന്യം. ആ അഹങ്കാരത്തെ ത്യജിക്കുന്നത് തന്നെയാണ് ജീവശുദ്ധി. അഹങ്കാര നാശം തന്നെയാണ് ജീവശുദ്ധി. അപ്പൊ ആ അഹങ്കാര നാശത്തിന് വേണ്ടി അവർ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. അവർ അത്യന്തം പരിശുദ്ധർ തന്നെയാണ്. അവർ ജീവശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രയത്നിക്കുന്നു എന്നാണ്. അടുത്ത പദ്യം വായിക്കാം. വാശിക്ക് ശാവീരർ വൈതാർ പൊറാതതുപോൽ ആശയിക്കേടർക്ക് ഇതുവാം അട്ടതന നേശിത്ത ഒട്ടയെ പോൽ വാർക്ക് ആം ഉടമ്പാര ഊൺ പഴകും പെട്ടരുക്ക് ഈദാഹാ പിഴை. വാശിക്ക് ശാവീരർ വൈതാർ പൊറാതതുപോൽ. വാശിക്ക് ശാവീരർ. ശാവീരർ എന്ന് പറഞ്ഞാൽ ചാവേർ പടയാളി. ഒന്നുകിൽ ജയിക്കും, അല്ലെങ്കിൽ ജീവൻ ബലി കഴിക്കും. ഈ 2 എണ്ണത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാതെ തോറ്റ് പിന്മാറുന്ന ഒരു പ്രശ്നമില്ല ആർക്ക്. അവരെയാണ് ചാവേർ പടയാളികൾ എന്ന് പറയുന്നത്. ഒന്നുകിൽ ശത്രുക്കളെ തോൽപ്പിച്ച് അവര് ഹനിച്ച് താൻ വിജയശ്രീലാളിതനായി വരും, അല്ലെങ്കിൽ യുദ്ധകളത്തിൽ തന്റെ ജീവൻ ബലി കഴിക്കും. അവരെയാണ് ശാവീരർ എന്ന് പറയുന്നത്. വാശിക്ക് ശാവീരർ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം നേടാൻ മരിക്കാൻ തുനിഞ്ഞിറങ്ങിയ ധീരഭടൻ. ലക്ഷ്യമാണ് അയാൾക്ക് പ്രധാനം, ജീവിതമല്ല. അങ്ങനെയുള്ളവരുണ്ട്. അവരെയാണ് ചാവേർ
പോരാളികൾ. ഇപ്പോ ചാവേർ പടയാളികളൊന്നുമില്ല, ചാവേർ ആക്രമണവും തീവ്രവാദികളാണ് ഇങ്ങനെ. അതായത് മരിക്കുന്നതിന് മുമ്പ് പരമാവധി ആളുകളെ കൊല്ലും, പരമാവധി നാശനഷ്ടം വരുത്തും. അതുകൊണ്ടാണല്ലോ ശരീരത്തിൽ ബോംബും മറ്റ് സ്ഫോടക വസ്തുക്കളും ഒക്കെ വച്ച് കെട്ടിക്കൊണ്ട് ആൾക്കൂട്ടത്തിൽ ഇറങ്ങുകയും മറ്റും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ലക്ഷ്യം നേടാനായി മരിക്കാൻ പോലും തയ്യാറായി ഇറങ്ങുന്ന ധീരഭടനെ ഒരാള് താൻ ഭീരുവാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് എത്ര അസഹനീയമായിരിക്കും. താൻ വെറും പേടിത്തൊണ്ടനാണ്, ഭീരുവാണ് താൻ. മരണത്തെ തൃണവത്ഗണിച്ചുകൊണ്ടാണ് അയാൾ യുദ്ധത്തിനിറങ്ങുന്നത്. അപ്പൊ അയാളിൽ ഭീരുത്വം ആരോപിക്കപ്പെടുന്നത് അയാൾക്ക് സഹിക്കാനാകുമോ? സഹിക്കാനാവില്ല. വാശിക്ക് ശാവീരർ വൈതാർ പോൽ. വയ്യുക എന്ന് പറഞ്ഞാൽ ശകാരിക്കുക എന്നാണ് തമിഴിൽ അർത്ഥം, വയ്യുക. ഇവിടെ ഭീരുത്വം തന്നിൽ ആരോപിക്കപ്പെട്ടാൽ പൊറുക്കാത്തതുപോലെ സഹിക്കാത്തതുപോലെ അയാൾക്ക് ഈ ഭീരുത്വം, ഭീരു തുടങ്ങിയ വാക്കുകൾ അസഹനീയമായിരിക്കും. കാരണം അയാൾക്ക് ജീവൻ ഒരു പ്രശ്നമേ അല്ല, ലക്ഷ്യമാണ് അയാൾക്ക് പ്രധാനം. അങ്ങനെയുള്ള ഒരു ധീരനായ ചാവേർ പടയാളിയെ ഒരാൾ താൻ ഭീരുവാണ് എന്ന് മുദ്രകുത്തിയാൽ അത് അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ എന്താ പറയാൻ വരുന്നത്? ആശൈക്കേടർക്ക് ഇത് ആം. ആശൈക്കേടർ, ആശയറ്റവർ, ആശ നശിച്ചവർ, ആഗ്രഹങ്ങൾ ഇല്ലാതായവർ, ആശ നശിച്ചവർക്കാണ് ഈ ഗ്രന്ഥം പ്രയോജനപ്പെടുക. ആശൈക്കേടർക്ക് ഇത് ആം. ആശയില്ലാത്തവർക്ക്, നിസ്സംഗരായവർക്ക്, മനസ്സിൽ അല്പം പോലും സംഘം അവശേഷിക്കാത്തവർക്കാണ് ഈ ഒഴിവിലൊടുക്കം ഗ്രന്ഥം വായിച്ചാൽ പ്രയോജനം കിട്ടുന്നത് എന്നാണ്. അപ്പൊ നമുക്കൊന്നും പ്രയോജനം ഇല്ലേ? നമുക്കിപ്പോഴും ഒരുപാട് ആശാഭാഷങ്ങളുണ്ടല്ലോ, പേടിക്കണ്ട. കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ടത്തെക്കാളും കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 100% പ്രയോജനം കിട്ടിയില്ലെങ്കിലും ഒരു 60-70% ഒക്കെ പ്രതീക്ഷിക്കാം. പ്രൊപ്പോർഷനിലാണ്, ആനുപാതികമാണ് ഈ പ്രയോജനം. നിങ്ങൾ 100% നിസ്സംഗരായാൽ 100% പ്രയോജനം കിട്ടും. നിസ്സംഗത 75% ആയിട്ടുള്ളൂവെങ്കിൽ പ്രയോജനവും 75% ആവും. നിസ്സംഗതയെ ഉള്ളിലില്ലെങ്കിൽ പ്രയോജനം 0%. പ്രയോജനപ്പെടില്ല. അതാണ് സാധന ചതുഷ്ടയ സമ്പത്തില് ഈ വൈരാഗ്യത്തിന് അങ്ങേയറ്റത്തെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആദൗ നിത്യാനിത്യ വസ്തു വിവേക, പിന്നെ ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ, ശമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. ഇങ്ങനെ 4 സമ്പത്തുകളെയാണ് സാധന ചതുഷ്ടയം എന്ന് പറയുന്നത്. അതിൽ വൈരാഗ്യത്തിന് വലിയ പ്രാധാന്യമാണ് ശങ്കരാചാര്യര് കൽപ്പിച്ചിരിക്കുന്നത്. ഈ 4ഉം ചേർന്ന് ഒരു സാധകനിൽ ഉണ്ടായാലേ അയാൾക്ക് അധ്യാത്മശാസ്ത്ര പഠനം കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ആശയിക്കേടർക്ക് ഇത് വാം. ആശയറ്റവർക്കാണ് ഈ ഗ്രന്ഥം പ്രയോജനപ്പെടുക. അട്ടതന നേശിത്ത ഒട്ടയെ പോൽ വാർക്കാം. അട്ടതന എന്ന് പറഞ്ഞാൽ നല്ല പോലെ പാകം ചെയ്യപ്പെട്ടത് എന്നാണ്. അട്ടത് തമിഴിൽ നല്ല പോലെ വേവിച്ചാൽ, പാചകം ചെയ്താൽ, അല്ലെങ്കിൽ ആ പലവ്യഞ്ജനങ്ങളൊക്കെ നല്ല യഥാർത്ഥ അനുവാദത്തിൽ രുചികരമായ ഭക്ഷണം എന്നർത്ഥം. വേവിച്ചത്, സ്വാദിഷ്ടമായത് എന്നൊക്കെയാണ് അർത്ഥം. അട്ടതന നേശിത്ത, നല്ല പോലെ പാകം ചെയ്യപ്പെട്ട ആഹാരത്തെ എന്ന പോലെ. നേശിത്ത എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച, എന്തിനേയും സന്തോഷത്തോടെ ഭക്ഷിക്കുന്ന ആരെയാണ് ഈ പറഞ്ഞു വരുന്നത്? എന്ത് കിട്ടിയാലും സന്തോഷത്തോടെ രുചികരമായ ഭക്ഷണം എന്ന പോലെ വിചാരിച്ച് കഴിക്കുന്ന ഒരു ജീവിയുണ്ട്, അതാണ് ഒട്ടകം. എന്ത് കൊടുത്താലും തിന്നോളും. കള്ളിമുള്ളാണ് കൊടുക്കുന്നതെങ്കിൽ അതും അടിച്ചു കയറ്റിക്കോളും. മുൾച്ചെടികൾ വരെ ഈ ഒട്ടകം ഭക്ഷിക്കും. അപ്പൊ അതിന് സാധാരണ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഉപ്പില്ല, എരിവില്ല, പുളി കുറഞ്ഞു പോയി, ഇങ്ങനെ ഒരു പരാതിയില്ല. എന്ത് കിട്ടിയാലും പക്വമായ അന്നം എന്ന പോലെ സന്തോഷത്തോടു കൂടി ഭക്ഷിക്കുന്ന ഒട്ടയെ പോൽ. ഒട്ടൈ എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്നർത്ഥം. ഒട്ടൈ ശരിക്കും ആധുനിക തമിഴില് ഒട്ടൈ ചിവിങ്കി എന്നാണ് പറയുന്നത്. ഒട്ടകത്തിന് അവർ പറയുന്ന പേരാണ്, തമിഴന്മാര് പറയുന്ന പേര് ഒട്ടൈ ചിവിങ്കി. ഒട്ടകം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഒട്ടൈ ചിവിങ്കി, ഒട്ടകം എന്നുള്ളത് മലയാളമാണ്. ഒട്ടയെ പോൽ, ഒട്ടകത്തെ പോലെ. ഒട്ടയെ പോൽ വാർക്ക് ആം. ഈ ഒട്ടകത്തെ പോലെയുള്ളവർക്ക് ഈ ഗ്രന്ഥം പ്രയോജനപ്പെടും എന്ന് പറഞ്ഞാൽ മുൾച്ചെടി തിന്നണം എന്നാണോ? അല്ല.
ആഹാരത്തിൽ വലിയ താല്പര്യമില്ല, ശരീര പോഷണത്തിലും വലിയ താല്പര്യമില്ല. എന്തെങ്കിലും വിശപ്പ് മാറാൻ കഴിക്കണം, അത്രയേ ഉള്ളൂ. ഇന്നത് വേണം, ഇന്നത് വേണ്ട, അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. സ്വാദ് നോക്കി ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് ഒട്ടകത്തിന് ഇല്ലാത്തതുപോലെ അന്നത്തിൽ സ്വാദ് നോക്കാതെ വിശപ്പ് മാറാൻ വേണ്ടി മാത്രം കഴിക്കുന്ന നിസ്സംഗരായ വിരക്തന്മാർക്കാണ് ഈ ഗ്രന്ഥം പഠിക്കുന്നത് കൊണ്ട് പ്രയോജനം. ഒട്ടയെ പോൽ വാർക്ക് ആം ഉടമ്പാര ഊൺ പഴകും പെട്ടരുക്ക് ഈദാഹാ പിഴൈ. ഇനി വേറൊരു കൂട്ടരുണ്ട്. അവര് നല്ലതുപോലെ രുചികരമായി ആഹാരം കഴിക്കണം. ഊണില് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാത്ത കൂട്ടരുണ്ട്. നല്ല കുശാലായിട്ട് തന്നെ ഊണ് കഴിക്കണം എന്ന് നിർബന്ധമുള്ള കൂട്ടരുണ്ട്. അവരുടെ കാര്യം എന്താ? ഉടമ്പാര. ഉടമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ വയറ് എന്നാണ്. വയർ നിറച്ച് ഉടമ്പാര ഊൺ പഴകും. ഉണ്ണുന്ന ശീലമുള്ളവർ, വയർ നിറച്ച്, അതും സ്വാദിഷ്ടമായി, സ്വാദിഷ്ട വിഭവങ്ങളെ കൊണ്ട് വയർ നിറയ്ക്കണം എന്ന് നിർബന്ധമുള്ളവർ, ഉടമ്പാര ഊൺ പഴകും, അങ്ങനെ ശീലിച്ച ആൾക്കാർ, വയറ് നിറച്ച് രുചികരമായ ഭക്ഷണം കഴിക്കൽ ശീലമാക്കിയവർക്ക് അവരാരാണ്? പെട്ടരിക്ക്. പെട്ടരിക്ക് എന്ന് പറഞ്ഞാൽ കാമികൾ, ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്നവർ, അവരാണ് പെട്ടർ. ആ പെട്ടറിക്ക് എന്ന് പറഞ്ഞാൽ കാമികൾക്ക് ഈദ് ആഹാ പിഴൈ. ഇത് പിഴൈ ആഹാ. പിഴൈ എന്ന് പറഞ്ഞാൽ കുറ്റമുള്ളത്, ദോഷമുള്ളത്. അവർക്ക് ഇതുപോലെയുള്ള വേദാന്ത ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒഴിവിലൊടുക്കം പോലെ വിരക്തിയെ അങ്ങേയറ്റം പ്രശംസിക്കുന്ന ഗ്രന്ഥങ്ങൾ ഈ ശാപ്പാട്ട് രാമന്മാർക്ക് സ്വീകാര്യമാവില്ല. അവർക്ക് ഇത് വായിക്കുന്നത് അത്ര രസകരമായി തോന്നില്ല. അവരിത് പഠിക്കില്ല. ഇത് പിഴൈ ആഹാ, ഇത് പിഴൈ എന്ന് പറയും. ഇത് കുറ്റമുള്ളതാണ്, ഇതിൽ ഇന്നിന്ന ദോഷമുണ്ട്, ഇതൊക്കെ പഠിച്ചാൽ മനുഷ്യൻ നശിച്ചു പോകും, അവനെ ലോകജീവിതം വേണ്ട പോലെ നയിക്കാൻ കഴിയില്ല, ഇതൊക്കെ മനുഷ്യരെ വഴിതെറ്റിക്കുന്നതാണ് എന്നുള്ള ദോഷങ്ങളൊക്കെ ഈ ഗ്രന്ഥത്തിൽ അങ്ങേയറ്റത്തെ കാമികൾ ആരോപിക്കും. അവർക്ക് ഇത് ആഹാ, അവർക്ക് ഇത് സ്വീകാര്യമല്ല, അവർ ഇതിനെ സ്വീകരിക്കില്ല, അവർ ഇതിനെയും പുച്ഛിച്ചുകൊണ്ട് നടക്കും എന്നർത്ഥം. വാശിയാൽ ജീവത്യാഗത്തിന് പോലും സന്നദ്ധരായവരെ മറ്റുള്ളവർ അപഹസിച്ചാൽ അത് അവർക്ക് ഒട്ടും തന്നെ സഹ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല. അത്ര വാശിയോടെ ആശയെ കൈവിടുന്ന വിരക്തന്മാർക്കേ മുക്തിപദം ലഭിക്കുകയുള്ളൂ. എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ നേടിയെടുത്തേ അടങ്ങൂ എന്നൊരു നിർബന്ധ ബുദ്ധി, അതിനെയാണ് തീവ്ര മോക്ഷേച്ഛ എന്ന് പറയുന്നത്. ആ തീവ്ര മോക്ഷേച്ഛയുള്ളവർക്ക് മാത്രമേ, അതായത് ഈ ആത്മജ്ഞാനത്തെ ജീവിത ലക്ഷ്യമായി സ്വീകരിച്ചവർക്ക് മാത്രമേ ആശയെ കൈവിടുന്ന വിരക്തന്മാർക്ക് മുക്തിപദം ലഭിക്കുകയുള്ളൂ. മൃദുവും രുചികരവുമായ ഭക്ഷ്യങ്ങളെ തീണ്ടാതെ മുള്ള് മുതലായ കഠിന ഭക്ഷ്യങ്ങളെയാണ് ഒട്ടകം ഇച്ഛിക്കുന്നത്. ഇതുപോലെ ഷഡ്രസങ്ങളിൽ ആസക്തി ഇല്ലാത്തവർക്കല്ലാതെ ശരീരപുഷ്ടിക്ക് വേണ്ടി വിശേഷ ഭക്ഷ്യങ്ങളിൽ ആശ വയ്ക്കുന്ന മന്ദപക്വന്മാർക്ക്, അവർക്ക് പാകത വന്നിട്ടില്ല, പാകത ഏറ്റവും കുറവാണ്, മന്ദവൈരാഗ്യം. അവർക്കെന്താ? സപ്താഹത്തിന് പോകുന്നത് എന്താ? നല്ല ഊണ് കിട്ടുന്നു. എവിടെയെങ്കിലുമൊക്കെ സത്സംഗമോ സപ്താഹമോ ഒക്കെ നടക്കുന്നെങ്കിൽ അവരുടെ ഉദ്ദേശ്യം ഊണാണ്. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ ഗ്രഹിക്കാനോ ഒന്നും അത്തരക്കാർ തയ്യാറാവില്ല. മന്ദപക്വന്മാർക്ക് ഈ ജ്ഞാനമാർഗം സുഗമമല്ല. ലോകഭോഗത്തിൽ കഠിനങ്ങളായ വൈരാഗ്യത്തോടെ ആത്മലാഭത്തിനായി സർവ ദുഃഖങ്ങളെയും സഹിക്കുന്ന ധീരന്മാർക്ക് മാത്രമേ മുക്തിമാർഗത്തിൽ വിജയം കൈവരികയുള്ളൂവെന്ന് വിരക്തി മാഹാത്മ്യം സൂചിപ്പിക്കുന്നു. ഈ പദ്യത്തില് കണ്ണുടയ വള്ളലാർ സ്വാമികൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈരാഗ്യമില്ലാതെ ആത്മജ്ഞാനം കിട്ടില്ല. ശരീരസുഖങ്ങൾ ഒക്കെ പുറന്തള്ളണം, അതിന് പ്രാധാന്യം കൽപ്പിക്കരുത് എന്നേ പറയുന്നുള്ളൂ. സുഖം അനുഭവിക്കേണ്ടെന്നോ നല്ല ആഹാരം കഴിക്കേണ്ടെന്നോ അല്ല അർത്ഥം. അതിനു വേണ്ടി ആവരുത് നമ്മുടെ ജീവിതം. അതിന് പ്രാധാന്യം കൽപ്പിക്കരുത്. പരമപ്രാധാന്യം ആത്മലാഭത്തിന് വേണ്ടിയാവണം, ആത്മജ്ഞാനത്തിന് വേണ്ടിയാവണം. പാശം കടന്റാർ പശുവ് കിടം പതിയാം ഊശൽ വടങ്കഴன்ற തൊവ്വാതോ നേശിത്ത പറ്റற்ற കണ്ണേ പിറപ്പറുക്കും പാട്ടുമക്കോ മറ്റൈ സമയമെങ്കുമാം. പാശം
கழன்றால் பசுவுக்கு இடம் பதி ஆம். പാശം കഴൻറാൽ ബന്ധനം ഊരിയാൽ, ബന്ധനം അഴിഞ്ഞു വീണാൽ, കെട്ടഴിഞ്ഞാൽ, കെട്ടാണല്ലോ പാശം ബന്ധം, അത് കഴൻറാൽ എന്ന് പറഞ്ഞാൽ ഊരി വീണാൽ അഴിഞ്ഞു പോയാൽ പശുവുക്ക് ഇടം പതിയാം, പശുവിന്റെ സ്ഥാനം പതിയിലായിരിക്കും. ബന്ധം നീങ്ങിയാൽ ജീവന്റെ നില ബ്രഹ്മത്തിലായിരിക്കും. നമ്മളിവിടെ പതി പതി എന്ന് പറയുമ്പോൾ ആത്മാവോ ബ്രഹ്മം ഈശ്വരൻ എന്നുള്ള അർത്ഥം സ്വീകരിക്കണം. അപ്പൊ ബന്ധമാണ് ഈശ്വരനിൽ നിന്നും ജീവനെ അകറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ വേറെയാക്കി നിർത്തുന്നത്. ആ ബന്ധം എന്നുള്ള ഒന്ന് ജീവനിൽ നിന്ന് അകന്നാൽ ജീവൻ ബ്രഹ്മമാകും. ജീവോ ബ്രഹ്മൈവ ന അപരഹ. ഈ ജീവൻ ബ്രഹ്മം തന്നെയാണ്. എപ്പോ ആ അഹങ്കാരം ഇല്ലാതെയായാൽ, ബന്ധം ഇല്ലാതെയായാൽ. പാശം കഴൻറാൽ പശുവുക്ക് ഇടം, ഇടം എന്ന് പറഞ്ഞാൽ സ്ഥലം, പശുവിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ജീവന്റെ നില, ജീവന്റെ സ്ഥിതി പതിയാം, പതിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെ അല്ലെങ്കിൽ പശു തന്നെ പതിയായി മാറും. പശു പതിയിലേക്ക് അലിഞ്ഞ് ഒന്നാകും, പശുപതിയാകും. ആരാണ് ഈ പശുപതി? ശിവൻ. പശുക്കളായ ജീവന്മാരുടെ എല്ലാം നാഥൻ അദ്ദേഹമാണ് പശുപതി. അതിനെ ചുരുക്കി നമുക്ക് പതി എന്ന് പറയാം. ജീവന്മാരെയൊക്കെ പശുക്കൾ എന്നും പറയാം. ജീവനാണ് ബന്ധം. അപ്പോ പശു പതി പാശം. പശുവുക്ക് ഇടം പതിയാം ഊശൽ വടം കഴൻறது ഒവ്വാതോ. ഊശൽ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ. മരിക്കാറാവുന്ന ആ ഊർധ്വശ്വാസം വലിച്ചോണ്ട് കിടക്കുന്ന ആളിൻ്റെ അടുത്ത് പറയും അയാളുടെ ജീവൻ ഊഞ്ഞാലാടുകയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നറിയില്ല. എപ്പോ വേണമെങ്കിലും പോവാം, ശരീരത്തെ വിട്ടു പോവാം, ചിലപ്പോൾ രക്ഷപ്പെട്ടാലുമായി. ഒന്നും ഉറപ്പ് പറയാൻ നിവൃത്തിയില്ല. അപ്പൊ ഊഞ്ഞാലാടുകയാണ് എന്നാണ് പറയുന്നത്. ഉയിർ ഊശലാടുകരുത്. ഇനി തമിഴിൽ പണ്ടൊരു സിനിമ വന്നിട്ടുണ്ട്, ഇളമൈ ഊഞ്ചലാടുകരുത്. ഇളമൈ എന്ന് പറഞ്ഞാൽ യൗവനം, യൗവനം ഊഞ്ഞാലാടുന്നു. അത് നല്ല അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ഊശൽ വടം, വടം എന്ന് പറഞ്ഞാൽ കയറ്. ഊഞ്ഞാല് കെട്ടിയിരിക്കുന്ന കയറ് കഴൻறது പൊട്ടിപ്പോയാൽ അല്ലെങ്കിൽ ഊരി വീണാൽ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നവന്റെ ഗതി എന്താവും? നേരെ തറയിൽ വരും. വേറെ എവിടെ പോകും? ആകാശത്തിൽ പോകാൻ പറ്റുമോ? ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരുന്ന ഒരാളുടെ ആ ഊഞ്ഞാലിന്റെ കയറ് പൊട്ടിപ്പോവുകയോ അഴിഞ്ഞു വീഴുകയോ ചെയ്താൽ അതിൽ ആ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരുന്നവൻ നേരെ ഭൂമിയിലേക്കായിരിക്കും വന്ന് വീഴുക. ഇതുപോലെ ബന്ധത്തെ ജീവൻ ഇല്ലാതാക്കിയാൽ നേരെ വന്ന് വീഴുന്നത് ബ്രഹ്മത്തിലായിരിക്കും. വേറെ എവിടെ പോകും എന്നാണ് ചോദിക്കുന്നത്. ഊഞ്ഞാലിൽ നിന്ന് താഴെ വീണവൻ ഭൂമിയിലേക്കല്ലേ പതിക്കാൻ പറ്റൂ? അതുപോലെ ബന്ധം നീങ്ങിയ ജീവൻ പതിയിലാണ് വന്ന് പതിക്കുന്നത്. അയാൾ ഈശ്വരനിലേക്കാണ് വന്ന് വീഴുന്നത്. ഒവ്വാതോ എന്ന് പറഞ്ഞാൽ അതുപോലെ അല്ലയോ. ഊഞ്ഞാലിൽ നിന്ന് താഴെ വീഴുന്ന ഒരാൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് പോലെ പാശത്തിൽ നിന്ന് മുക്തനായ ജീവന്റെ സ്ഥാനം പതിയല്ലയോ, പതിയാണല്ലോ എന്നാണ്. നേശിത്ത പറ്റற்ற കണ്ണേ. നേശിത്ത എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹിച്ച എന്നാണ് ആ വാക്കിന്റെ വാച്യാർത്ഥം. ആഗ്രഹങ്ങൾ കാരണമുണ്ടായ സംഘം, അതാണ് നേശിത്ത. നമുക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടത്, അതിലാണ് നമുക്ക് സംഘം ഉണ്ടാവുക. ആ ഇഷ്ടപ്പെട്ടതിലുള്ള സംഘത്തെ ഇല്ലാതെയാക്കിയ, ഉപേക്ഷിച്ച, പറ്റற்ற കണ്ണേ. കണ്ണേ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എൻ്റെ കണ്ണേ മണിയേ എന്നൊക്കെ വിളിക്കുന്നത് പോലെ കണ്ണേ പിറപ്പറുക്കും പാട്ട്. ജന്മത്തെ അറുക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന പാട്ട്, ശ്ലോകം അല്ലെങ്കിൽ പദ്യം. ഇവിടെ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? പിറപ്പറുക്കും പാട്ട്. പറ്റற்ற കണ്ണേ പിറപ്പറുക്കും പാട്ട്. ഇത് തിരുക്കുറളിലുള്ള 349 കുറളാണ്. അത് ആരംഭിക്കുന്നത് ഈ വാക്കുകൾ വെച്ചിട്ടാണ്. ആ തിരുക്കുറളിലെ പാട്ട് പദ്യം ഇതാണ്: പറ്റற்ற കണ്ണേ പിറപ്പറുക്കും മറ്റ് നിലയാമായി കാണപ്പെടും. എന്ന് പറഞ്ഞാൽ എന്താ? സംഘം ഉള്ളിൽ നിന്ന് നീങ്ങിയാൽ ജന്മം തനിയേ ഇല്ലാതെയാവുന്നു. ജന്മത്തിന് കാരണം സംഘമാണ്, വിഷയങ്ങളുമായുള്ള ബന്ധം. അനുഭവിച്ചതൊന്നും പോരാ, ഇനിയും അനുഭവിക്കണം. ആ മനസ്സിന്റെ കൊതി ഇല്ലാതെയായാൽ
ജന്മം തന്നെ ഇല്ലാതെയാവും. അങ്ങനെ അല്ലെങ്കിൽ സംഘം ബാക്കിയുണ്ടെങ്കിൽ ഈ ജനന മരണങ്ങൾ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കും. പറ്റற்ற കണ്ണേ പിറപ്പറുക്കും. പറ്റില്ലാത്തത്, നിസ്സംഗതയാണ് ജന്മം ഇല്ലാതെയാക്കുന്നത്. മറ്റ് നിലയാമൈ കാണപ്പെടും. അല്ലാത്ത നില എന്ന് പറഞ്ഞാൽ സംഘത്തോടു കൂടിയുള്ള സ്ഥിതി വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കാൻ ഇടയാക്കും. അത് തന്നെയാണ് ഇവിടെ നേശിത്ത പറ്റற்ற കണ്ണേ പിറപ്പറുക്കും പാട്ട്. അപ്പൊ തിരുക്കുറളിലെ ആ കുറളിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ കണ്ണുടയ വള്ളലാർ ആ വരി പറയുന്നത്. നേശിത്ത പറ്റற்ற കണ്ണേ പിറപ്പറുക്കും പാട്ട്. ആ പാട്ട്, പദ്യം, ശ്ലോകം ഉമക്കോ മറ്റൈ സമയമെങ്കുമാം, മറ്റൈ ചമയമെങ്കുമാം. ഉമക്കോ എന്ന് പറഞ്ഞാൽ നിനക്കോ എന്ന് പറഞ്ഞാൽ ആ തിരുക്കുറൾ പദ്യമുണ്ടല്ലോ, അത് നിന്റെ കാര്യത്തിൽ മാത്രമാണോ ശരി? അല്ല, ഈ 6 ആരാധനാ സമ്പ്രദായങ്ങളിലുള്ളവർക്കും അത് ശരിയാണ്, ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. മറ്റൈ ചമയമെങ്കുമാം. എല്ലായിടത്തിലും എല്ലാ മതങ്ങളിലും ഇത് തന്നെയാണല്ലോ പറയപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ലക്ഷ്യം വെക്കുന്നതും ഈ മോക്ഷത്തെ തന്നെയാണല്ലോ. നിനക്ക് മാത്രമാണോ അത് ആപ്ലിക്കബിൾ ആവുന്നത്? എല്ലാവർക്കും അത് ശരിയാവും. ഊഞ്ഞാലിലാടുന്നവൻ ഊഞ്ഞാൽ വടം അറ്റുപോയാൽ വീണ് തറയിൽ തന്നെ ചെന്നു പതിക്കുന്നു. അതുപോലെ ജീവന് സംസാരം നിവർത്തിച്ചാൽ പ്രാപ്യസ്ഥാനം ശിവമല്ലാതെ വേറെങ്ങുമില്ല. ആഗ്രഹാനുസരണം ലോകബന്ധം ഒഴിഞ്ഞ പുണ്യവാനെ, അതാണ് കണ്ണേ, വാത്സല്യത്തോടു കൂടി വിളിക്കുകയാണ്. പുണ്യവാനെ, പറ്ററുതി തന്നെയാണ് പിറപ്പറ്റിരുപ്പ്. സംഘമില്ലാതിരിക്കുന്നതാണ് ജനനമില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് തിരുക്കുറളിൽ കാണുന്ന ഗാനം നിന്നെ മാത്രം സംബന്ധിച്ചതായി കരുതേണ്ട. മറ്റെല്ലാ മതങ്ങളുടെയും അഭിപ്രായം ഇത് തന്നെയാണെന്ന് നീ ധരിച്ചുകൊള്ളുക. നിനക്ക് മാത്രമല്ല അത് ശരിയായിരിക്കുന്നത്, നിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മതങ്ങളും ഇതിനെ തന്നെയാണ് അംഗീകരിക്കുന്നത്, ഈ മോക്ഷം എന്നുള്ള സ്ഥിതിയെ. ഉനക്ക് മെയ്യായി തോன்றി ഒഴിത്തുവിടും പാശം വിനയിച്ചടമേ എന്നിൽ വിടംപോൽ ഉനൈ ചുഴച്ചും ആനാലും തന്നൈ അറിയാതതുന്നറിവ് താനാകു ജ്ഞാനത്തടൈ. ഉനക്ക് മെയ്യായി തോன்றി ഒഴിത്തു വിടും പാശം. മെയ് എന്ന് പറഞ്ഞാൽ സത്യം. മലയാളത്തിൽ മെയ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നൊരർത്ഥമുണ്ട്. തമിഴിലും മെയ് എന്ന് പറഞ്ഞാൽ ശരീരം എന്ന അർത്ഥമുണ്ട്. സത്യം എന്നും അർത്ഥമുണ്ട്. ഈ ശരീരം വാസ്തവത്തിൽ മിഥ്യയാണ്. ഇതിനാരാണ് മെയ്യ് എന്ന് പേര് കൊടുത്തത്? മിഥ്യയായ ശരീരത്തിന് മെയ്യ് എന്ന് പേര് കൊടുത്തത് ആര്? മെയ്യ് എന്ന് പറഞ്ഞാൽ സത്യം എന്നൊരർത്ഥമുണ്ട്. കള്ളമായ മിഥ്യാഭൂതമായ ശരീരത്തെ സത്യം എന്നെങ്ങനെ പറയാൻ പറ്റും? പക്ഷേ തമിഴില് മെയ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടർത്ഥവും ഉണ്ട്, ശരീരമെന്നും സത്യമെന്നും. ആ പട്ടണത്തായുടെ ഒരു പാടലുണ്ടല്ലോ, ഇരുപ്പത് പൊയ് പോവത് മെയ് என்றெண்ணி ഒരുത്തരുക്കും തീങ്കിനെയുന്നാതെ പരുത്ത തൊന്തി തമതന്റെ താമിരിക്ക നായ് നരി പേയ് കഴുക് തമ്മതന്റെ താമിരിക്കും താൻ. പട്ടണത്ത് പിള്ളയാർ എന്ന് പറയും, പട്ടണത്താരെന്നും പറയും, രണ്ടും പറയും. പെട്ടെന്ന് വിരക്തി വന്ന് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയ ആളാണ്. കോടീശ്വരനായിരുന്നു. വിരക്തി പെട്ടെന്നാണ് ഉണ്ടായത്. ഈ വിരക്തി ആർക്ക് എപ്പോഴുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് ആ ഈശ്വരാനുഗ്രഹം നമ്മുടെ മേൽ വർഷിക്കുക എന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് നോക്കൂ, ഇരുപ്പത് പൊയ് പോവത് മെയ് എന്ന് എണ്ണി. എണ്ണി എന്ന് പറഞ്ഞാൽ വിചാരിച്ച്, ചിന്തിച്ച്. എന്താണ് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്? നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത് കള്ളമാണ്, മരിക്കുമെന്നുള്ളതാണ് സത്യം. ഇരുപ്പത് പൊയ് പോവത് മെയ്, നമ്മൾ എന്നെങ്കിലും ഒരു ദിവസം മരിച്ചു പോകും എന്നുള്ളതാണ് ഈ ജീവിതത്തെക്കാളും സത്യമായിട്ടുള്ളത്. ഇതിന് വലിയ സത്യത്വം കൽപ്പിക്കേണ്ട എന്നാണ്. ഇരുപ്പത് പോയി പോവത് മെയ് എന്ന് എണ്ണി എന്ന് വിചാരം ചെയ്ത് മനനം ചെയ്ത്, ഇങ്ങനെ മനനം ചെയ്യുന്നവന് എന്ത് സംഭവിക്കും? ഒരുത്തരിക്കും തീങ്കിനെ ഉന്നാതെ, ആർക്കും ഒരു തിന്മയോ നാശമോ ദോഷമോ ഉള്ളുകൊണ്ട് ചിന്തിക്കരുത്. ചിന്തിക്കുക പോലും വരുത് വേറൊരാൾ നശിച്ചു പോകണമെന്ന്. അവന് ഗതി കിട്ടാതെ പോകണം, അവൻ പിച്ചച്ചട്ടി എടുത്ത് റോഡിലൂടെ തെണ്ടി നടക്കും. ഇങ്ങനെ ചിന്തിക്കുക പോലും വരുത്. എന്തുകൊണ്ട്?
നമ്മൾ ഈ ജീവിക്കുക എന്നുള്ളത് വെറും കള്ളമാണ്. മരിക്കും എന്നുള്ളതാണ് ഈ ജീവിതത്തെക്കാൾ വലിയ സത്യം. ജീവിതത്തെക്കാൾ വലിയ സത്യം മരണമാണ്. മരിച്ചവൻ വീണ്ടും ജനിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, ജനിച്ചവൻ മരിക്കും, അത് ഉറപ്പാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. മരിച്ചവൻ ജനിക്കും, ജനിച്ചവൻ മരിക്കും. ജ്ഞാനി മരിക്കുന്നില്ല. ജ്ഞാനിയുടെ പ്രാണൻ ഉള്ളിൽ തന്നെ ഒടുങ്ങുകയാണ് ചെയ്യുന്നത്. മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശരീരത്തിൽ സ്പന്ദിച്ചുകൊണ്ടിരുന്ന പ്രാണശക്തി ശരീരത്തെ ഉപേക്ഷിച്ച് പുറത്തു കടക്കും. എന്തിന്? മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കാൻ. ജ്ഞാനിയുടെ പ്രാണൻ അങ്ങനെ പുറത്തു കടക്കുന്നില്ല. അത് ഉള്ളിൽ തന്നെ തൻ്റെ സ്പന്ദനത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നു. അതുകൊണ്ട് ജ്ഞാനിക്ക് പുനർജന്മമില്ല. അതുകൊണ്ട് ജ്ഞാനി മരിച്ചു എന്ന് പറയരുത്, ജ്ഞാനിയുടെ ശരീരത്യാഗം എന്ന് മാത്രമേ പറയൂ. ജ്ഞാനി ശരീരത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രാണൻ അതിൻ്റെ ഉറവിടമായ ബോധത്തിൽ, ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഇനിയൊരു വ്യക്തിത്വം, ഒരു അഹംബോധം ഉദിക്കാൻ സാധ്യമല്ല. ഇരുപ്പത് പോയി പോവത് മെയ്യൻ്റെണ്ണി ഒരുത്തരുക്കും തീങ്കിനെ ഉന്നാതെ. തീങ്ക് എന്ന് പറഞ്ഞാൽ ദോഷം, പാപം, വേറൊരാള് നശിച്ചു പോകണം, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിൽ ആനയിക്കരുത്. എന്തുകൊണ്ട്? ഒരു കാര്യം കൂടെ പറയാം. ഇത് ആരെ നോക്കിയാണ് പാടിയതെന്നറിയാമോ? നല്ല ഒരു ചെട്ടിയാര്, നല്ല തിന്ന് കൊഴുത്ത് ശരീരമൊക്കെ നല്ല പുഷ്ടിപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ കുടവയറുണ്ട്, ഏതാണ്ട് എന്നെ പോലെ നല്ല കുടവയറുണ്ട്. അപ്പൊ ആശാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കുടവയർ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തെ നോക്കി, അദ്ദേഹത്തെ കണ്ടപ്പോ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നിയതാണ് ഈ പദ്യം. ആ ചെട്ടിയാരെ നോക്കി പറയുകയാണ്, പരുത്ത തൊന്തി തമ്മതന്റെ താമിരിക്ക്. നല്ല തടിച്ചു കൊഴുത്ത, നല്ല വണ്ണത്തില്, കുടം പോലെയുള്ള വയറാണല്ലോ കുടവയറ്. കുടം പോലെയുള്ള വയറാണ് കുടവയർ. അതിനെയാണ് തൊന്തി എന്ന് പറയുന്നത്. തൊന്തി, തമിഴിൽ തൊന്തി, വയറ് എന്ന് പറയാറുണ്ട്. പക്ഷെ കുടവയറിന് അവര് തൊന്തി എന്നാണ് പറയുന്നത്. ரொம்ப തൊന്തി വെച്ചിരിക്കും, തൊന്തി എന്നും പറയും. വാസ്തവത്തിൽ അത് സംസ്കൃതമാണ്, തുന്തി എന്നാണ്. തുന്തി എന്ന് പറഞ്ഞാൽ കുടവയറ് എന്നാണ് അർത്ഥം. വെറും വയറല്ല, വെറും വയറിന് ഉദരം എന്നൊക്കെയാണ് വാക്ക്. തുന്തി, നമ്മൾ മലയാളത്തിൽ ഒരു വാക്ക് പ്രയോഗിക്കാറുണ്ടല്ലോ, ആനന്ദ തുന്തിലൻ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? വളരെ സന്തോഷിക്കുന്നവൻ എന്ന അർത്ഥം പറഞ്ഞ് നമ്മളങ്ങ് പോവും. അതല്ല, ആനന്ദം കൊണ്ട് കൊടവയറുണ്ടായവൻ എന്ന് പറഞ്ഞാൽ ആനന്ദം ഉള്ളിൽ നിറഞ്ഞ് ആനന്ദം കൊണ്ട് വയറ് ഉയർത്തുന്നു. അതാണ് ആനന്ദം കൊണ്ട് തുന്തി ഉണ്ടായവനാണ് ആനന്ദ തുന്തിലൻ. തുന്തി എന്ന് പറഞ്ഞാൽ കുടവയർ എന്നർത്ഥം. മഹാഗണപതിയുടെ സ്തുതികളിലൊക്കെ ഈ തുന്തി എന്നുള്ള വാക്ക് പ്രത്യക്ഷപ്പെടും. എല്ലാറ്റിലുമല്ല, ചിലതിലെങ്കിലും. പരുത്ത തൊന്തി തമ്മതന്റെ താമിരിക്ക്. ഈ ചെട്ടിയാരുടെ വിചാരം എന്തെന്നറിയാമോ? എന്നും ഈ കുടവണ്ടി എന്നോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും ജീവിച്ചിരിക്കും, നല്ലപോലെ ഭക്ഷണം കഴിക്കും, ഇന്ദ്രിയ സുഖങ്ങളെല്ലാം അനുഭവിക്കും, ഈ വയറും തടവി അങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോ വേറൊരു കൂട്ടരുണ്ട്, അവരുടെ ചിന്തയും കൂടെ പറയാമെന്നാണ്. ചെട്ടിയാരല്ല വിചാരിക്കുന്നത്, പരുത്ത തൊന്തി തമ്മത് என்று താം ഇരിക്ക, ഇത് എന്റേതാണ് എന്ന് ഇദ്ദേഹം വിചാരിച്ചു കൊണ്ട് കഴിയുമ്പോൾ നായ് നരി പേയ് കഴുക് തമ്മതന്റെ താം ഇരിക്കും താൻ. പട്ടി, കുറുക്കൻ, ഭൂതപ്രേതാദികൾ, കഴുകന്മാർ, ഇവരെല്ലാവരും ഇത് എന്റേതാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇയാളൊന്ന് ചത്ത് കിട്ടിയാൽ ഇവയെല്ലാം കൂടെ വന്ന് ആ ഇദ്ദേഹത്തിന്റെ ആ കുടവയറുണ്ടല്ലോ, അതിലെ മാംസമൊക്കെ കടിച്ച് പറിച്ച് കുശാലായിട്ടൊരു ഊണ് കഴിച്ചിട്ട് അവരങ്ങ് പോകും. ചെട്ടിയാർ വിചാരിക്കുന്നത് തൻ്റെതാണെന്നാണ്. അവരൊക്കെ വിചാരിക്കുന്നത് ഇതെപ്പോ കിട്ടും. അവരിങ്ങനെ നോട്ടമിട്ടിരിക്കുകയാണ്, ഇവ എന്നാണെന്ന് മരിച്ചു കിട്ടുന്നത്. ജീവനോടെ ഇരിക്കുമ്പോ കൊത്തിപ്പറിക്കാൻ പറ്റില്ലല്ലോ. നായ് നരി പേയ് കഴുക് തമ്മതന്റെ താമിരിക്കും താൻ. അതുകൊണ്ടെന്താ, ഈ ശരീരത്തിൽ അധികം സംഘം വയ്ക്കണ്ട. ഈ ശരീര പോഷണത്തിനായി ജീവിതത്തിലെ വിലയേറിയ സമയം ചെലവഴിക്കപ്പെടരുത്. തത്വവിചാരത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ സമയത്ത് നീക്കി വെക്കണം. ശരീരം ശരീരപോഷണം, കുടുംബം കുടുംബ പോഷണം, ധനസമ്പാദനം അതിനു വേണ്ടിയാണല്ലോ. രാപ്പകൽ അധ്വാനിക്കുന്നത് ഈ പോഷണത്തിന് വേണ്ടിയാണല്ലോ. തന്നെയും തൻ്റെ കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ പോഷിപ്പിക്കാനാണല്ലോ. അങ്ങനെ ജീവിതം കഴിഞ്ഞു പോകും. അവസാനം ഒരു ദിവസം നോക്കുമ്പോൾ 80 വയസ്സായി. ഇൻകം ടാക്സിന്റെ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നുള്ള സ്റ്റാറ്റസ് കിട്ടി തനിക്ക്. 80 വയസ്സായി.
80 ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു എന്നാണ്. 80 കൊല്ലം ഇങ്ങനെ ഓടിപ്പോയി. എത്ര പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിനിടയ്ക്ക് 80 കൊല്ലം അങ്ങ് പോയി. സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നുള്ള സ്റ്റാറ്റസ് കിട്ടി. പക്ഷെ മരണത്തോട് കൂടുതൽ അടുത്തു കഴിഞ്ഞു. ഒരു ശതാഭിഷേകം വേണമെങ്കിൽ നടത്താം, വിരോധമില്ല അല്ലേ? 80 കഴിഞ്ഞാൽ ശതാഭിഷേകം ഒന്ന് നടത്തും. 100 വരെ ഒന്നും വളരെ അപൂർവമായിട്ട് ആൾക്കാർ ജീവിച്ചിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒക്കെ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആ ശതാഭിഷേകം എന്നുള്ള ചടങ്ങ് അങ്ങ് നടത്തും. അപ്പൊ എന്തിനാ ഇത് പറഞ്ഞത്? ശരീരത്തിൽ അഭിമാനമോ മമതയോ രണ്ടും പാടില്ല. ഞാൻ ശരീരമാണെന്നുള്ള വിചാരവും തെറ്റാണ്. ഇത് എന്റേതാണ്, ഇതിനെ ആശ്രയിച്ച് ഞാൻ സുഖിക്കും എന്നുള്ള വിചാരവും തെറ്റാണ്. ഉനക്ക് മെയ്യായി തോன்றി, നിനക്ക് സത്യമാണ് എന്ന് വിചാരിച്ച് ഇത് നിന്റേതാണ് എന്ന് നീ കരുതി ഒഴിത്തുവിടും പാശം. ലൗകിക ബന്ധത്തെ അല്ലെങ്കിൽ സംസാര ബന്ധത്തെ, ആ സംസാര ബന്ധം ഒടുങ്ങുമ്പോൾ അത് നിന്നെ നശിപ്പിച്ചു കളയും. സംസാര ബന്ധം ഒടുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം നഷ്ടമാവുക. അപ്പോഴാണല്ലോ ഈ ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്. മരിച്ചുപോയി കഴിഞ്ഞവന് ഈ ലോകത്തിലുള്ള വസ്തുക്കളുമായോ വ്യക്തികളുമായോ വ്യവഹരിക്കാൻ സാധ്യമല്ല. അയാൾ വേറൊരു തലത്തിലാണ്. അയാൾക്ക് ചിലപ്പോ ഈ ജീവിച്ചിരിക്കുന്നവരെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഈ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചുപോയ ആളിനെ കാണാനോ സംസാരിക്കാനോ മറ്റ് വ്യവഹാരം നടത്താനോ ഒന്നും സാധ്യമല്ല. അപ്പൊ നമുക്ക് സത്യമാണ് എന്ന് തോന്നിയ ഈ ശരീരം ഒഴിത്തുവിടും പാശം. അത് ഇല്ലാതെയാവുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരീരനാശം സംഭവിക്കുമ്പോൾ സംസാര ബന്ധത്തെ അത് നശിപ്പിച്ചു കളയും. ഈ ലോകവുമായിട്ട് നമുക്കുണ്ടായിരുന്ന ബന്ധം അല്ലെങ്കിൽ സമ്പർക്കം വിച്ഛേദിക്കപ്പെടും. നമ്മൾ പരിധിക്ക് പുറത്താവും എന്നർത്ഥം. മൊബൈൽ ഫോണിന്റെ ഭാഷയൊക്കെ ഇപ്പൊ അതാണല്ലോ, നിങ്ങൾ പരിധിക്ക് പുറത്താണ്. ഈ മരണത്തെക്കുറിച്ച് എവിടെയോ ഞാൻ വായിച്ചത്, നല്ല പ്രകാശത്തിൽ ഒരാൾ ഒരു പുസ്തകം വളരെ രസകരമായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കറണ്ട് പോയാൽ എന്തായിരിക്കുമോ അനുഭവം, അതുപോലെയാണ് ഈ മരണാനുഭവം. നമ്മൾ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ വ്യക്തമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, രസിക്കുന്നു, ആസ്വദിക്കുന്നു. പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ കൂരിരുട്ട്. ഇതുപോലെ ഒരു അന്ധകാരത്തിലേക്കാണ് മരണത്തിന് ശേഷം ജീവൻ പോകുന്നത്. അതൊരു വലിയ രഹസ്യമാണ്. ഈ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? മൃത്യുരത്യന്ത വിസ്മൃതിഹീന. മരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിസ്മരണമാണ്. ഇതുവരെ ആ ജീവിതത്തിൽ 80 90 കൊല്ലം നാം അനുഭവിച്ചതും നമുക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ച ബന്ധങ്ങളും എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് മറന്നു പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 100% അംനേഷ്യ അര സെക്കൻഡിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? കംപ്ലീറ്റ് മറന്നുപോയി. എല്ലാം മസ്തിഷ്കത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. എങ്ങോട്ടാണ് പോകുന്നത് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഏതോ ഒരു അഗാധ ഗർത്തത്തിൽ വീഴുന്നത് പോലെയൊക്കെയാണ് ഈ മരണാനുഭവം എന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല. നമ്മൾ പല പ്രാവശ്യം മരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് എന്താണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു നിഗൂഢമായ രഹസ്യമായി അത് ഇപ്പോഴും മനുഷ്യരാശിയുടെ മുമ്പിൽ നിൽക്കുന്നു എന്നാണ്. എല്ലാ മതക്കാരും നോക്കൂ, ഇതിൽ ഈ മരണത്തെ സംബന്ധിച്ച് മിക്കവാറും എല്ലാവർക്കും മരണാനന്തര ജീവിതത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ മരണം എന്നുള്ളത് അത്ര സുഖകരമായ ഏർപ്പാടല്ല. എന്തുകൊണ്ട്? എല്ലാവരും മരിക്കാൻ ഭയപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ. എന്തുകൊണ്ട് നാം മരിക്കാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് അത്യന്തം വേദനാജനകമായ ദുഃഖകരമായ ഒരനുഭവമാണ്. അത് നമ്മൾ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ അകാരണമായ ഒരു ഭയം. അകാരണം എന്ന് പറയാൻ പാടില്ല, സകാരണമായ ഭയമാണ്. എത്രയോ പ്രാവശ്യം ഓരോ ശരീരത്തെയും നാം ഉപേക്ഷിച്ച് പുറത്തു കടന്നിട്ടുണ്ട്. വീണ്ടും ഒരു ഗർഭത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ആ മരണവേള കടുത്ത ദുഃഖമാണ് എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നാം അറിയുന്നു. അതുകൊണ്ടാണ് മരണത്തെ ഭയപ്പെടുന്നത്. എല്ലാ ജീവികൾക്കും നോക്കൂ, ഈ മരണഭയം പൊതുവാണ്. സാധാരണ നമ്മൾ ഒന്നിനെ ഭയപ്പെടുന്നത് അനുഭവിക്കാതെ ഒന്നിനെയും ഭയപ്പെടില്ല. ഒരു കൊച്ചുകുട്ടി വിളക്കിന്റെ നാളത്തിൽ കൈകൊണ്ട് വെക്കും. അതിനറിയില്ല ആ തീ അതിന്റെ വിരലിനെ പൊള്ളിക്കും എന്നുള്ള കാര്യം. പക്ഷെ ഒരിക്കൽ വിരല് കൊണ്ട് വെച്ച് പൊള്ളലേറ്റാൽ പിന്നെ അത് ആ വിളക്കിന്റെ അടുത്ത് പോവില്ല. അപ്പൊ ഈ മരണം നമുക്ക് ഈ അൺനോൺ, അറിയപ്പെടാത്തത് പലതും നമ്മെ ഭയപ്പെടുത്തും എന്നുള്ളത് ഒരു വശം, അത് സമ്മതിക്കാം. എന്നാലും ഈ മരണം എന്നുള്ളത് തികച്ചും അജ്ഞാതമായ ഒന്നല്ല. നമ്മൾ പല പ്രാവശ്യം ആ മരണാനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതാണ് ആ മരണത്തെ ഭയപ്പെടാൻ കാരണം.
ഉനക്ക് മെയ്യായി തോன்றി ഒഴിത്തുവിടും പാശം. ഈ സത്യം എന്ന് നാം കരുതുന്ന ശരീരം സംസാരബന്ധം ഒടുങ്ങുമ്പോൾ നമ്മെ തന്നെ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലൗകിക ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതെല്ലാം നമ്മെ നശിപ്പിക്കുന്നതാണ്. നമുക്ക് വേണ്ടത് മുക്തി, മോക്ഷമാണ്. അപ്പോൾ ഇത്തരം ബന്ധങ്ങളെയൊക്കെ ഉള്ളിൽ നിന്ന് വിട്ടേ പറ്റൂ. പുറമേ ഇതിനെയൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല. ഉള്ളിൽ ഈശ്വരനല്ലാതെ, ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഉണ്ടാവരുത്. എല്ലാം ഉപേക്ഷിക്കപ്പെടണം. ഉദ്ധവനോട് ഭാഗവതത്തിൽ കൃഷ്ണൻ നൽകുന്ന ഉപദേശം വളരെ വിശേഷപ്പെട്ടതാണ്. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. ഉദ്ധവ, എല്ലാറ്റിനെയും ഉപേക്ഷിക്കണം, വിശേഷിച്ചും നിന്റെ സ്വജനങ്ങളിലും ബന്ധുക്കളിലുമുള്ള സംഘം, ഇഷ്ടം, അതിനെ വിടണം. കൃഷ്ണ, നിന്നെ പിരിഞ്ഞ് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, നീ വൈകുണ്ഠത്തിലേക്ക് പോകുന്നുവെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകൂ എന്നാണ് ഉദ്ധവൻ അപേക്ഷിച്ചത്. അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു, ഇവൻ എന്തൊരു കൊച്ചനാണ്, ഇവൻ സഖാവാണ്, കൂട്ടുകാരനാണ്, ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ടും എന്റെ ഗുണത്തിന്റെ ഒരു ചെറിയ അംശം പോലെ ഇവന് പകർന്നു കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഉദ്ധവ, ദാ ഇന്നേക്ക് 7-ാം ദിവസം ദ്വാരകയെ കടലെടുക്കും, എല്ലാം അതിൽ മുങ്ങിപ്പോകും. നീ ഇപ്പോ ഞാൻ നോക്കിയിരിക്കവേ തന്നെ എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് യാത്രയാണ്. അത് കണ്ട് എൻ്റെ മനസ്സ് കുളിരണം. എന്താണ്? എൻ്റെ സഖാവ്, എൻ്റെ ശിഷ്യൻ, എൻ്റെ ഭക്തൻ നിസ്സംഗനായി എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് യാത്രയാകുന്നു. ഇതിൽ പരം സന്തോഷം എനിക്ക് വേറെ എന്താണ് കിട്ടാനുള്ളത്? അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. സ്വജനങ്ങളിലും ബന്ധുക്കളിലുമുള്ള ഈ സ്നേഹമുണ്ടല്ലോ, മനസ്സിന്റെ ഒട്ടൽ, പറ്റ്, ബന്ധം, അത് തന്നെയാണ് ഉപേക്ഷിക്കപ്പെടേണ്ടത്. നമുക്ക് വേറൊന്നും വിടാനില്ല. പുറമേ ഒന്നിനെയും ഉപേക്ഷിച്ചിട്ട് കാര്യവുമില്ല. ഉള്ളിൽ നിന്ന് ഈ ഒരൊറ്റ സാധനത്തെ എടുത്തു കളയാമെങ്കിൽ ജീവിതം ആനന്ദമയമായി തീരും. പക്ഷേ അതിനെ ഉപേക്ഷിക്കുന്നത് അത്ര എളുപ്പമല്ല. ഉൾത്തലത്തിലാണ് ഈ സംഘം, പക്ഷേ അതിന് ഉരുക്കിനേക്കാളും ശക്തിയുണ്ട്. ഉരുക്കിനേക്കാളും ശക്തിയുണ്ട്. ഈ മനസ്സിൽ ആണല്ലോ ഈ സംഘം. പലതുമായി നാം മാനസികമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഒട്ടിപ്പോയിരിക്കുന്നു. അപ്പൊ അതൊരു ചെലന്തി വലയേക്കാളും നേർത്തതാണ്, സൂക്ഷ്മമാണ്. പക്ഷെ സൂക്ഷ്മത്തെ ത്യജിക്കുന്നതാണ് വലിയ ബുദ്ധിമുട്ട്. പുറമേ ഉള്ള ഒന്നിനെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേനയോ പെൻസിലോ വലിച്ച് റോട്ടിലെറിയാം, വേണ്ടാന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാം. നമ്മുടെ ഉള്ളിലുള്ള സംഘത്തെ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവുമോ? ആര് തയ്യാറാവും? നമുക്ക് പലതിനോടും സംഘം ഇഷ്ടമുണ്ട്. അവന്റെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളിന്റെ ഉള്ളിൽ തന്നെ ആവശ്യം പോലെ സംഘമുണ്ട്. ഈ ചപ്പചോറും കൂടെ അവൻ വലിച്ചകത്ത് കയറ്റണം. സംഘത്തെ വിടുന്നത് വലിയ പ്രയാസമാണ്. നിസ്സംഗത, നിസ്സംഗത, ഇതാണ് ഋഷികളുടെ മന്ത്രം. നിസ്സംഗത. ഉള്ളുകൊണ്ട് ഒന്നിലും ഒട്ടരുത്, ഒന്നും എന്റെയാണെന്ന് വിചാരിക്കരുത്, എനിക്ക് യാതൊന്നുമായിട്ടും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് സദാ നമ്മുടെ മനസ്സിനെ, ബുദ്ധിയെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. വേറെ മാർഗമില്ല. അതിനെന്താ? ഒക്കെ ബ്രഹ്മമാണ്, ഈശ്വരനാണ് എന്ന് കണ്ടോളണം. ആ ബ്രഹ്മത്തിൽ സംഘം വരുന്നത് കൊണ്ട് ദോഷമില്ല. ബ്രഹ്മഭിന്നമായ ഏതെങ്കിലും ഒന്നിൽ സംഘം വന്നാൽ അത് ദുഃഖത്തിന് കാരണമായി തീരും, ജനന മരണങ്ങൾക്ക് കാരണമായി തീരും. ഉനക്ക് മെയ്യായി തോன்றി ഒഴിത്തുവിടും പാശം വിനയിച്ചടമേ. കർമ്മം അഥവാ ലോകബന്ധം, അതാണ് വിന. വിന എന്നുള്ളതിന് ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം കർമ്മം അഥവാ ക്രിയ എന്നാണ്. നമ്മൾ മലയാളം വ്യാകരണത്തിൽ പഠിച്ചിട്ടുണ്ട്, പേരച്ചം വിനയച്ചം. ഇയാൾ പിന്നെയും തുടങ്ങിയല്ലേ മലയാള വ്യാകരണവും കൊണ്ട്. പേര് എന്ന് പറഞ്ഞാൽ നാമം, വിന എന്ന് പറഞ്ഞാൽ ക്രിയ അല്ലെങ്കിൽ കർമ്മം. ക്രിയയിൽ ചെന്ന് എച്ചം എന്ന് പറഞ്ഞാൽ പറ്റുന്നത്, കൊടുത്ത് അയച്ചു, കണ്ട് മടങ്ങി. അപ്പൊ കണ്ട്, കൊടുത്ത്, കേട്ട്, അത് കഴിഞ്ഞിട്ട് വേറൊരു പൂർണ്ണക്രിയയായിരിക്കും വരിക. അതിനെയൊക്കെയാണ് വിനയച്ചം എന്ന് പറയുന്നത്. പേരച്ചം എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്, നാമവിശേഷണം. വെളുത്ത കുട്ടി, കറുത്ത കാക്ക, ബുദ്ധിമാനായ ബാലൻ. അങ്ങനെ ഒരു നാമത്തിൽ ചെന്ന് അവസാനിക്കുന്നത് പേരച്ചവും ഒരു പൂർണ്ണക്രിയയിൽ ചെന്ന് അവസാനിക്കുന്ന അപൂർണക്രിയ വിനയച്ചവുമാണ്. അവിടെ അതിന്റെ പേരിൽ നിന്ന് തന്നെ വിന എന്നുള്ളത് കർമ്മം അല്ലെങ്കിൽ ക്രിയ എന്നാണ് അർത്ഥം. വിനയ് ചടമേ. ചടമേ എന്ന് പറഞ്ഞാൽ ജഡമേ. ജഡമാണ് എന്ത്? കർമ്മം അല്ലെങ്കിൽ ബന്ധം. അത് ബോധത്തിൽ ഒരിക്കലും നിലനിൽക്കാൻ സാധ്യമല്ല. വിനയ് ചടമേ, എന്നിൽ കർമ്മം ജഡമാണ്,
എന്ന് നീ പറഞ്ഞാൽ, അങ്ങനെ ഒരു അഭിപ്രായം നിനക്കുണ്ടെങ്കിൽ, വിടം പോൽ ഉനൈ ചുഴറ്റും. വിടം എന്ന് പറഞ്ഞാൽ വിഷം. ഈ സംഘമുണ്ടല്ലോ, ബന്ധം, കർമ്മ ഫലങ്ങളിലുള്ള ആസക്തി, അത് ജഡമാണ് എന്ന് നീ വാദിച്ചാൽ അത് ജഡം തന്നെയാണ്, അല്ല എന്നല്ല. പക്ഷെ അതുകൊണ്ട് നിനക്ക് കടുത്ത ദുഃഖം അനുഭവിക്കേണ്ടി വരും. അത് വിഷം പോലെ നിന്നെ ചുഴറ്റും, നിന്നെ കറക്കും. ഈ സംസാര ഭ്രമത്തിൽ നീ കറങ്ങിക്കൊണ്ടിരിക്കുന്നവനായി തീരും. ഇതിൽ നിന്ന് ഒരു മോചനം നിനക്കൊരിക്കലും ഉണ്ടാവില്ല. വിടം പോൽ ഉനൈ ചുഴറ്റും. ആനാലും, അങ്ങനെയാണെങ്കിലും, തന്നെ അറിയാതതുന്നറിവ് താല. തന്നെ അറിയാതത് ഉന്നറിവ് താനാകും ജ്ഞാനത്തടൈ. തന്നെ അറിയാതത്, തന്നെ അറിയാതിരിക്കുക, ഇതാണല്ലോ ആത്മജ്ഞാനത്തിന്റെ കുറവ് എന്ന് പറയുന്നത്. എന്താണ് ആത്മജ്ഞാനം? തന്നെ കുറിച്ചുള്ള അറിവ്, താൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവാണ്. തന്നെ അറിയാതത്, തന്നെ അറിയാതെ ഉന്നറിവ്, നീ ആരാണെന്ന് നീ വേണ്ടവണ്ണം അറിയാത്തത് കൊണ്ടാണ് ഉന്നറിവ്, നിന്റെ ജീവബോധം, വ്യക്തിത്വം, അഹങ്കാരം. ഈ അഹങ്കാരത്തെ വിശകലനം ചെയ്ത് അത് ബോധത്തിന്റെ ഒരു പ്രകടനമാണ് എന്ന് മനസ്സിലാക്കിയാൽ ശരിയായ അറിവായി. ഇപ്പോ തന്നെ അറിയുന്നില്ല എന്നാണ്, ആത്മജ്ഞാനത്തിന്റെ കുറവുണ്ട്. ഉന്നറിവ് എന്ന് പറഞ്ഞാൽ ജീവബോധം അല്ലെങ്കിൽ തെറ്റായ അറിവ്. താൻ ബ്രഹ്മമായിരിക്കെ തന്നെ ഒരു ജീവൻ എന്ന് കരുതുന്നത് തെറ്റിദ്ധാരണയാണ്, തെറ്റായ അറിവാണ്. ശരിയായ അറിവ് എന്താണ്? താൻ ബ്രഹ്മമാണ് എന്നുള്ളതാണ്. അപ്പോ തന്നെ അറിയാൻ, തന്റെ സ്വരൂപത്തെ അറിയാൻ തടസ്സമായിരിക്കുന്നത് ഈ ജീവബോധം തന്നെയാണ്. ഈ ഞാനെന്നുള്ള വ്യക്തിത്വത്തെ ഉപേക്ഷിക്കാതെ താൻ ആരാണെന്ന് തനിക്കറിയാൻ പറ്റില്ല. അപ്പൊ ആ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യണം, അതേ ഉള്ളു മാർഗം. ആനാലും തന്നെ അറിയാതെ ദുന്നറിവ് താനാകും ജ്ഞാനത്തടൈ. താനാകും ജ്ഞാനത്തടൈ. ഞാനാണ് ജ്ഞാനത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം. ആർക്കാണ് അറിവ് നേടേണ്ടത്? എനിക്ക് ഏറ്റവും വലിയ തടസ്സം ഈ ഞാൻ തന്നെ. എന്ത് ചെയ്യാൻ പറ്റുമ്പോ? ഭഗവാന്റെ ലീലാവിലാസം എന്നല്ലാതെ എന്തു പറയാൻ? ആരാണോ ആത്മജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് അയാളുടെ ഉള്ളിലെ ജീവബോധം അഥവാ വ്യക്തിത്വം തന്നെയാണ് ആ ആത്മജ്ഞാനത്തിന് ഏറ്റവും വലിയ പ്രതിബന്ധമായി നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഈ ആത്മജ്ഞാനം നേടുക? ഞാനിനെ തിരസ്കരിക്കുക, ഉപേക്ഷിക്കുക, അങ്ങനെയൊന്നുണ്ടെന്ന് ഉള്ളിൽ അംഗീകരിക്കാതിരിക്കുക. ഈ ഞാനെന്നുള്ളത് എന്തുകൊണ്ട് ഉള്ളിലുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, ഞാനുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു, അല്ലാതെ വേറെ ഒരു കാരണവുമില്ല. ഈ ഞാനെന്ന് എപ്പോഴും ഞാൻ ഇങ്ങനെ ഉള്ളില് അതിനൊരു വില കൽപ്പിച്ച് ഉള്ളിൽ നിലനിർത്തുന്നു. എന്നിട്ട് പറയുന്നു ആത്മജ്ഞാനമില്ല എന്ന്. ആത്മജ്ഞാനത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം ഈ ജീവബോധമാണ്. അതുകൊണ്ട് എന്താ? ഞാനിനെ നിഷേധിച്ചുകൊണ്ടേയിരിക്കും. ആത്മനിഷേധമാണ് ആത്മലാഭത്തിനുള്ള മാർഗം. നമുക്ക് കേട്ടാൽ പരസ്പര വിരുദ്ധമായി തോന്നും. ആത്മനിഷേധം കൊണ്ട് ആത്മലാഭം കിട്ടും. അവിടെ ആത്മനിഷേധം എന്നുള്ളതിന് അഹങ്കാരത്യാഗം, അഹങ്കാര നിരാസം എന്നാണ് അർത്ഥം. ആത്മലാഭം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മാവ് നമുക്ക് കിട്ടും. എപ്പോ? ഈ ജീവബോധം അകലുമ്പോൾ. താനാകും ജ്ഞാനത്തടൈ. ജ്ഞാനത്തിന് തടൈ എന്ന് പറഞ്ഞാൽ തടസ്സം, ഏറ്റവും വലിയ തടസ്സം താൻ തന്നെയാണ്. അപ്പൊ എന്താ വേണ്ടത്? അഹങ്കാരത്തെ നിരസിക്കുക, അഹങ്കാരത്തെ അംഗീകരിക്കാതിരിക്കുക. അഹങ്കാരത്തെ അംഗീകരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നതിൽ എന്താ? താൻ ഇവിടെ നിന്ന് അനങ്ങരുത് എന്ന് ഒരാളോട് പറഞ്ഞാൽ അയാൾ ചോദിക്കുകയാണ്, അനങ്ങാതിരിക്കാൻ എന്ത് ചെയ്യണം? അനങ്ങാതിരിക്കണം, കഴിഞ്ഞു, അതിനി വേറെ ഒന്നും ചെയ്യാനില്ല. അതുപോലെ ഞാനിനെ ഉള്ളിൽ അംഗീകരിക്കാതിരിക്കൂ എന്ന് പറഞ്ഞാൽ അതങ്ങ് പ്രാവർത്തികമാക്കണം. അതെങ്ങനെ ചെയ്യും? ഈ ഞാൻ ഉള്ളിൽ പൊന്തി വന്നുകൊണ്ടേയിരിക്കുന്നുവല്ലോ, അത്ര പെട്ടെന്ന് പോവോ? എത്ര കാലമായി, എത്ര ജന്മാന്തരങ്ങളായിട്ടാണ് ഈ ഞാനിനെ നാം സത്യത്വം കൊടുത്ത് ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അത് അത്ര പെട്ടെന്ന് പോവോ? അപ്പൊ നിരന്തരമായ അഭ്യാസത്തിലൂടെ, പരിശീലനത്തിലൂടെ, തത്വമനനത്തിലൂടെ ആ ഞാനിന്റെ പൊള്ളത്തരം മനസ്സിലാക്കി അതിനെ പരിത്യജിച്ചുകൊണ്ടേയിരിക്കണം ഉള്ളിൽ നിന്ന്. അതാണ് യഥാർത്ഥ ത്യാഗം അല്ലെങ്കിൽ സന്യാസം.
അല്ലാതെ വേറെ ഒന്നുമല്ല. പുറത്തെന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചാൽ സന്യാസിയാവില്ല, ത്യാഗവും ആവില്ല. അപ്പോൾ താൻ തന്നെയാണ് ജ്ഞാനത്തിന് ഏറ്റവും വലിയ തടസ്സം. നിനക്ക് സത്യമായി തോന്നിയ സംസാരത്തിൽ നീ മുഴുകുന്നു. അത് ദുഃഖമയമെന്നറിഞ്ഞ് നീ അതിനെ മാറ്റുവാൻ പിന്നീട് യത്നിക്കുന്നു. സംസാരം കർമാധീനമാണ്, കർമ്മത്തിനധീനമാണ്. വിഷം ഭക്ഷിച്ചവനെ പോലെ നീ മയങ്ങി അതിൽ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. വിഷം പോൽ ഉനൈ ചുറ്റും ചുഴറ്റും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. വിഷം കഴിച്ചവൻ എന്താ? അവന്റെ തല കറങ്ങും, കാല് നിലത്തുറക്കില്ല. ഇതൊക്കെയാണല്ലോ വിഷം കഴിച്ചാലുള്ള സ്ഥിതി. അതുപോലെ ഈ വിഷയത്തെ വിഷം എന്നാണ് പറയുന്നത് ശാസ്ത്രങ്ങൾ. വിഷയം വിഷവത്യജേത്, വിഷയങ്ങളെ വിഷം പോലെ ത്യജിക്കൂ, അതിൽ രമിക്കരുത് എന്നാണ്. അത് തനിക്ക് വലിയ ഹാനി ഉണ്ടാക്കും എന്നുള്ള ഭാവത്തോടുകൂടെ ഉള്ളുകൊണ്ട് അവയിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കൂ. വിഷം ഭക്ഷിച്ചവനെ പോലെ നീ മയങ്ങി അതിൽ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഈ സംസാരം നിന്റെ മുക്തിക്ക് ഒരു തടസ്സവും ആകുന്നില്ല. അത് ശരിയല്ല. താനാകും ജ്ഞാനം തടയുന്നാണ് പറയുന്നത്. സംസാരമല്ല നിനക്ക് തടസ്സം, നിന്റെ ഉള്ളിലെ ഞാനാണ്. ആ സംസാരത്തെ കുറ്റം പറയരുത്. ഈ പുറമേയുള്ള വസ്തുക്കളും വ്യക്തികളുമല്ല നിന്റെ മോക്ഷത്തിന് തടസ്സമുണ്ടാകുന്നത്. നിന്റെ തന്നെ ഉള്ളിലെ അഹങ്കാരമാണ് വലിയ പ്രതിബദ്ധമായിരിക്കുന്നത്. അതാണ്. എന്നാലും ഈ സംസാരം നിന്റെ മുക്തിക്ക് ഒരു തടസ്സവും ആകുന്നില്ല. നീ സംസാരത്തിൽ ഭ്രമിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തത്. പക്ഷെ ഈ ഭ്രമിക്കുന്നവനുണ്ടല്ലോ, അവനാണ് കുഴപ്പക്കാരൻ. ജീവൻ, ഞാൻ എന്നുള്ള വ്യക്തിത്വം. എന്നാലും ഈ സംസാരം നിന്റെ മുക്തിക്ക് ഒരു തടസ്സവും ആകുന്നില്ല. നിന്റെ പരമാർത്ഥ സ്വരൂപം അറിയാൻ ഇട കൊടുക്കാതെ നിന്നെ അതിൽ നിന്നും മറച്ചു നിർത്തുന്ന നിന്റെ ജീവബോധമാകുന്ന അജ്ഞാനമാണ് നിന്റെ ജ്ഞാനലബ്ധിയിൽ മുഖ്യ തടസ്സമായി നിൽക്കുന്നത്. ആത്മജ്ഞാനത്തിനുള്ള ഏറ്റവും വലിയ വിഘാതം, തടസ്സം ഞാൻ ഒരു വ്യക്തിയാണ് എന്നുള്ള ചിന്ത തന്നെയാണ്. അതിനെയാണ് ജീവബോധം എന്ന് പറയുന്നത്. അത് വെറും ചിന്തയല്ല, വജ്രപ്പശ പോലെ ഒട്ടിപ്പോയതാണ്. ജന്മജന്മാന്തരങ്ങളായി അകത്ത് കട്ടിപിടിച്ചു പോയതാണ്. അപ്പൊ അതിനെ പറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമല്ല. പക്ഷെ അതാണ് ആത്മജ്ഞാനത്തിനുള്ള തടസ്സം. നിന്റെ ജീവബോധമാകുന്ന അജ്ഞാനമാണ് നിന്റെ ജ്ഞാനലബ്ധിയിൽ മുഖ്യ തടസ്സമായി നിൽക്കുന്നത്. ആകയാൽ നീചമായ ആ ജീവബോധത്തെ അകറ്റുന്നതിൽ നീ ശ്രദ്ധ ചെലുത്തുക. അതുകൊണ്ട് അഹങ്കാരത്തെ നിഷേധിച്ച് തള്ളുന്നതിലാവണം നിന്റെ കണ്ണും കരുത്തും. നിന്റെ ജീവിതം അതിനു വേണ്ടി മാറ്റിവെക്കണം. പുറമെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അഹങ്കാരം ഉള്ളിൽ പൊന്താതെ നോക്കിക്കൊള്ളണം. ഇത് തന്നെയാണ് രമണ മഹർഷിയും പറയുന്നത്. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി